സന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കുമായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സഹായിക്കുന്നല്ലോ. എല്ലാത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ മർക്കോസ് ലീഹായുടെ സുവിശേഷം കേട്ടുവരുന്നു. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിലാണ്. ആ വാക്യം നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്ക് വേഗത്തിൽ തന്നെ പ്രാർത്ഥനയോടെ തന്നെ വചനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകൾക്കുമായി ഞാൻ നന്ദി പറയുന്നു. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മർക്കോസിന്റെ സുവിശേഷം 9-ഉം 10-ഉം ഒക്കെ കേട്ടു വന്നിരുന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവകൃപയാൽ അത് ധ്യാനിക്കുവാനും കർത്താവ് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തി അതിന്റെ റിസൾട്ടുകൾ ആ വചനത്തെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നമ്മളെ ഉറപ്പിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നും കർത്താവ് തന്റെ പ്രവൃത്തിയാൽ നമ്മളെ നിറയ്ക്കുവാനിടയായിത്തീരും. ആമേൻ. ഇവിടെ 34-ാം വാക്യം മുതൽ 9-ാം അധ്യായത്തിന്റെ 34 മുതൽ ഞാൻ വാക്കുമാണ്. അവർ ഇടയിൽ വലിയവനാർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. അവർ ഇരുന്ന് പന്തിരുവരെ വിളിച്ചു. ഒരുവൻ മുമ്പേ ആകുവാൻ ഇച്ഛിക്കുന്നാൽ അവരെല്ലാവരിലും ഒടുക്കത്തവൻ എല്ലാവരുടെയും ശുശ്രൂഷകരാകണം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ താഴ്മ വളരെ ആവശ്യമാണ്. നമുക്ക് ദൈവം തന്ന ഒരു ശുശ്രൂഷ, എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് മാത്രമല്ലെന്ന് പറ. ദൈവം ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആക്കി വെച്ചതിൽ നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ശ്രമിക്കണം. ഓർത്തോണേ, ചിലർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലർക്ക് പാട്ട് പാടാൻ വേണ്ടിയായിരിക്കാം, ചിലർക്ക് മറ്റുള്ളവരെ കൈത്താങ്ങാൻ വേണ്ടിയായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ കൃപകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നിങ്ങളെ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ ദൈവം വിചാരനാക്കും. കണ്ടോ? ആമേൻ. ഇവിടെ നോക്കിക്കേ, ഞാൻ അടുത്തത് പറയുന്നു. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി ആണയിച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എൻ്റെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അവിടെ നോക്കിക്കേ. അപ്പൊ ഇവിടെ കർത്താവ് നമുക്കറിയാം ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് അവിടെ പറയുന്നൊരു വാക്കിതാണ്, ഈ ശിശുവിനെ എടുത്ത് നടുവിൽ നിർത്തി ആണയിച്ചുകൊണ്ടോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ. നോക്കിക്കേ. അപ്പൊ പലയിടങ്ങളിലും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ശിശുക്കളെ പറ്റിയുള്ള ഉപമകളെ കർത്താവ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് കാണാൻ പറ്റും. ഞാൻ ഇന്ന് ആ ശിശു എന്നുള്ള വാക്ക് ചിന്തിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ ചെറിയവനിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവനെ കഴുത്ത് തിരികല്ല് കയറ്റി എന്ത് ചെയ്യുക, നമ്മൾ ഇന്നലെ കേട്ടത് ഇടർച്ച കേടുവായി ലോകത്തിൽ അയ്യോ കഷ്ടം. എന്നിട്ട് തൊട്ടുമുഴുത്ത വാക്യത്തിൽ പറയുന്നു, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിനൊക്കെ ചെന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യന്മാരകത്തെല്ലാം എപ്പോഴും ഒരു ചിന്തയുണ്ട്, ഈ ഏറ്റവും വലിയവൻ ആരാ. എപ്പോഴും ഓർത്തോണേ, നമ്മുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ താഴ്മ എപ്പോഴും പരിശോധിക്കണം. എവിടെയെങ്കിലും എനിക്ക് നെഗള ഉണ്ടോ? എവിടെയെങ്കിലും എനിക്കൊരു നെഗള ഭാവമുണ്ടോ?
നന്മകൾ ലഭിക്കുമ്പം ദൈവത്തിന് നന്ദി പറയാതെ അതിൻ്റെ പ്രശംസ അപഹരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? സൂക്ഷിക്കണമേ, പറയണമേ. നിൽക്കുന്നത് കൃപയാലാണ്. ദൈവം എന്തെങ്കിലും എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃപയാണ്, കഴിവ് കണ്ടിട്ടൊന്നുമല്ല. ചിലർ പറയും ഞാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ല, നിങ്ങളില്ലെങ്കിൽ വേറെ ആളെ ദൈവം ഏൽപ്പിക്കും. അപ്പൊ ദൈവം എന്നോട് തോന്നിയ ഒരു കൃപ മാത്രമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ ഒരു ശിശുവിനെ എടുത്ത് അടുക്കൽ വിളിച്ചു, അവർ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ കഴിയത്തില്ല. ഇന്നൊരു പ്രത്യേക ഒരു വിഷയം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ, ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ, ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇവിടെ നോക്കുക, ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ കഴിയത്തില്ല. കേട്ടോണേ, സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ കഴിയുന്നവർ ആർ? ശിശുക്കളെ പോലെ. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ശിശുവിനെ പോലെ ആകണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? കുഞ്ഞുങ്ങൾക്ക് കപടമില്ല, ഞാൻ നിങ്ങൾ പറയുന്നോടം വരെ എൻ്റെ മനസ്സിലുമായിരുന്ന ഒരു ചിന്ത ഇത് തന്നെയായിരുന്നു. നിഷ്കളങ്കനായിരിക്കണമെന്നും കപടതയില്ലായിരിക്കണമെന്നും ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യത്തെ ചിന്ത. പക്ഷേ ഞാൻ ഈ വാക്യം ധ്യാനിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് സംസാരിക്കാൻ ഇടയായി തീർന്നത്. നോക്കുകയെ, ഒരു ശിശുവിനെ എടുത്ത് അടുക്കൽ വിളിച്ചിട്ട് അവർ നടുവിൽ നിർത്തിയിട്ട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ്, നോക്കിയ വാക്കുകൊണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ബി കൺവേർട്ടഡ് ആൻഡ് ബിക്കം ആസ് എ ലിറ്റിൽ ചിൽഡ്രൻ. കൺവേർട്ടഡ്, നോക്കിക്കേ, നിങ്ങൾ എന്ത് ചെയ്യണം? തിരിയുക എന്നതിനേക്കാൾ കൺവേർട്ടഡ് ആകുക. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുക, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കൊരു മാറ്റം കൊണ്ടുവരിക. ഒന്നുകൂടെ വേറെ അർത്ഥമെങ്കിലും ഉണ്ടോ? കൺവേർട്ടഡ് ആകുക എന്നുള്ളതിന് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥമുണ്ടോ? രൂപാന്തരപ്പെട്ട് വരിക. നമുക്കറിയാം, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ആരെങ്കിലും അരി എടുത്തിട്ട് നല്ല ഒന്നാന്തരം മോരും പപ്പടം കൂട്ടി ആരെങ്കിലും ചോറ് കഴിക്കുന്നവരുണ്ടോ? അരി എടുത്തിട്ട് കഴിക്കുന്നവരുണ്ടോ? അരിക്കകത്തോട്ട് മോരൊഴിച്ച് സാമ്പാർ ഒഴിച്ച് എന്നെ കഴിക്കാത്തത്? നോക്കിക്കേ, അതിൻ്റെ അകത്തൊരു മാറ്റമുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്യണം. നോക്കിയേ, അരിനെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. നമ്മുടെ അരി എടുത്തിട്ട് അരിക്കകത്തോട് നമ്മൾ സാമ്പാറോ തൈരോ മോരോ ഒന്നും ഒഴിക്കാറില്ല. പകരം അരിയെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ചോറാക്കി മാറ്റുന്നു. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്നലെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഒരിക്കലും ചോറെടുത്ത് പിന്നെ അരിയാക്കാൻ പറ്റത്തില്ല. വൺസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പഴയ പോലെ ആക്കുവാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചോണേ. ഒന്നുകൂടെ ഞാൻ പറയാം. വചനം യേശുക്രിസ്തു പറയുന്നു, ഇപ്പൊ നമ്മുടെ ചിന്തയുമ്പോൾ നിഷ്കളങ്കരാകുക, പാപമാകുക, കുഞ്ഞുങ്ങളെ പോലെ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചു. പക്ഷെ അവിടെ വചനം പറഞ്ഞിരിക്കുന്നു, ബി കൺവേർട്ടഡ് ആൻഡ് ബിക്കം ആസ് എ ലിറ്റിൽ ചിൽഡ്രൻ. എന്നിട്ട് പറയുന്നത്, യു ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ കൺവേർട്ടഡ് ആയില്ലെങ്കിൽ, ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവരാജ്യത്തിൽ കയറുവാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചോണേ. അപ്പൊ ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ കൺവേർട്ടഡ് ആകണം. കൺവേർട്ടഡ് ആണെന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തിൽ നിന്നും ഇങ്ങോട്ട് ചാടി പലരും മതപരിവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിക്കാറില്ലേ? യഥാർത്ഥത്തിൽ അതല്ല. ഇവിടെ യേശു പറയുകയാണ്, ആമേൻ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമേ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല, കണ്ടോ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. എന്ന് നോക്കിക്കേ, മത്തായിൽ പറയുന്നു, ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. അപ്പൊ ശിശുവിനെ പോലെ ആകണം, കൺവേർട്ടഡ് ആകണം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും കുഞ്ഞുങ്ങളെ പോലെ. അപ്പൊ കുഞ്ഞാകുന്നത് എങ്ങനെയാ? നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കുഞ്ഞാകാൻ തീരുമാനിച്ചു. 40 വയസ്സുണ്ടെന്ന് ഇരിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹം, എനിക്കൊന്ന് കുഞ്ഞാകണം. എന്നാ ചെയ്യും? കുഞ്ഞുടുപ്പ് മേടിച്ചിടുവോ? പറ്റത്തില്ല. ഒന്ന് പറഞ്ഞു. കേട്ടെ, കുഞ്ഞാകുക എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു പദമാണ്. ഒരിക്കലും നമുക്ക് കുഞ്ഞാകാൻ ഇനി പറ്റത്തില്ല. നിക്കോദിമോസ് ചോദ്യം നോക്കിക്കേ, കർത്താവേ, ഇനി ഞാൻ എങ്ങനെ, നോക്കിയ വാക്കുണ്ടോ, ആമേൻ ആമേൻ, ഞാൻ പുതുതായി ജനിക്കണം. അപ്പൊ നിക്കോദിമോസ് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെ ജനിക്കുന്നു? കണ്ടോ, പുള്ളി ബുദ്ധിമാനാ.
അദ്ദേഹം ചോദിക്കുകയാണ്, രണ്ടാമതും എങ്ങനെയാ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുന്നത്? ചോദ്യം വീണ്ടും ജനിക്കണം. മത്തായിയിൽ യേശു പറയുന്ന വാക്കുണ്ട്, ശിശുവിനെ തിരിഞ്ഞ് നോക്കിയേ, നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞായി മാറണം. അതിന്റെ അർത്ഥം വീണ്ടും ജനിക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇനി 40 വയസ്സോ 60 വയസ്സോ 100 വയസ്സുള്ള ഒരാൾ കുഞ്ഞാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ അത് അസാധ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരിക്കൽ നമ്മൾ അരിയെടുത്ത് ചോറാക്കിയാൽ പിന്നെ അത് അരിയാക്കാൻ പറ്റത്തില്ല. അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിന് മടങ്ങിപ്പോകില്ല. അത് പോയി. പിന്നെ അരി എന്ന് പറയാൻ പറ്റത്തില്ല, അതിന്റെ പേര് ചോറെന്ന, അല്ലേ? ചോറും അരിയും രണ്ടാ. ചോദ്യം, ഇത് രണ്ടും ഒന്നല്ലേ? അതെയല്ലോ, അരി തന്നെയല്ലേ ചോറ്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ അരി എന്ന് വിളിക്കാത്തത്? ഉടനെ പറയും, ഇത് രൂപാന്തരം വന്നാൽ പിന്നെ ഇതിന് പഴയ പേരില്ല. ഇതേപോലെ തന്നെ വീണ്ടും ജനനം, ശിശുവിനെ പോലെ. ആമേൻ. നോക്കിക്കേ, അവിടെ നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം. കണ്ടോ? ഇതാണ് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തി എന്തായി മാറുന്നു? നോക്കി, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ, അതിനകത്ത് കുഞ്ഞായി ജനിക്കുന്നു. ശ്രദ്ധിച്ചോണേ, രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുന്നു. എന്റെ ചോദ്യം, എല്ലാ കാലത്തും കുഞ്ഞായിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എപ്പോഴും കുഞ്ഞായിരിക്കാൻ പറ്റുമോ? ഇല്ല. വളരണം. കണ്ടോ? വിശ്വാസി ഇപ്പോഴും കുഞ്ഞായിരിക്കാൻ പറ്റും. വളർച്ച മുരടിച്ചു പോകുവാണെങ്കിൽ, വളർച്ചയ്ക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കുഞ്ഞിനെ പോലെ ആയിപ്പോവും. ശ്രദ്ധിച്ച് ഇനി നോക്കിക്കേ, പത്രോസ്ലീഹയുടെ ലേഖനം പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശു. കണ്ടോ വാക്ക്? കണ്ടോ? ഇപ്പോൾ ജനിച്ച ശിശു. യേശു പറഞ്ഞ വാക്ക് എന്താണ്? നിങ്ങൾ തിരിഞ്ഞെന്താകണം? ശിശുവിനെ പോലെ. പത്രോസ് പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശു. നിക്കോദിമോസ് പറയുന്നു, ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിലേക്ക് മടങ്ങിപ്പോയി പിന്നെയും ജനിക്കുന്നത്? പത്രോസ് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശു. അപ്പൊ എങ്ങനെ ജനിച്ചു? വചനത്താൽ ജനിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ വീണ്ടും ജനിച്ച വിശ്വാസി ശിശുവാണ്. ഈ റിയാലിറ്റി മനസ്സിലാക്കണമേ. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ ഇരുന്നു. ഒരു കാലഘട്ടം ഒന്നും അറിയാത്തവനായി ഞാൻ ഇരുന്നു. കണ്ടോ? ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു. എന്നാൽ നോക്കിക്കേ, പത്രോസ്ലീഹ പറയുകയാണ്, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ രക്ഷയ്ക്കായി വാക്കുകൊണ്ട് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കണം. നോക്കിക്കേ, ആഗ്രഹിക്കണം. പാല് വേണം. ഒരു കുഞ്ഞിന്റെ ആഗ്രഹം മൊത്തം കാറോ ബെൻസോ, ഇതിന്റെ എന്താ പറയുക, കൊച്ചിന്റെ മുമ്പിൽ കൊണ്ട് ബെൻസ് കാറിന്റെ കീ എടുത്തുകൊണ്ട് ഇത് ബെൻസ് കാറാണ്, കൊട്ടാരത്തിന്റെയോ സ്വർണ്ണമാല കൊടുത്താലോ കുഞ്ഞിന്റെ ആഗ്രഹം മൊത്തം പാല് കുടിക്കാനല്ലേ? പാല് കുടിക്കണം. ഇതിന്റെ ആഗ്രഹം മൊത്തം പാല് കുടിക്കാനാ. കോഹോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങളെ, ഈ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റിയിരിക്കുന്നവരൊക്കെ ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്യണമേ. ശ്രദ്ധിച്ചോണേ, കുഞ്ഞിന്റെ ആഗ്രഹം മൊത്തം പാല് കുടിക്കണം. ഇതിന്റെ ഞാൻ പ്രത്യേകത പറഞ്ഞു തരാം. നമുക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോഴും കർത്താവിന്റെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ആ പാല് കുടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ആഗ്രഹം ഉണ്ടാകണം. ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരാൻ വേണ്ടി. അപ്പം വചനം ഞാൻ വായിക്കുന്നതും വചനം പഠിക്കുന്നതിന് വേണ്ടിയാ. പറ, എന്തിനു വേണ്ടിയാ വചനം വായിക്കുന്നതും പഠിക്കുന്നതും? കണ്ടോ? അപ്പൊ എന്നെ വളർത്തുന്ന ഘടകമാണ് ഏത്? വചനം. എന്നെ വളർത്താൻ സഹായിക്കുന്ന ഘടകമാണ് വചനം. ഇനി നോക്കിക്കേ, എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, പാല് കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരാണ്. അടുത്ത കൂട്ടരെ പറ്റി പറയുന്നു, അവർ ശിശുവല്ലോ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇനി കട്ടിയായ ആഹാരം. കണ്ടോ? വചനത്തിന്റെ പാല് കുടിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ അടുത്ത തൊട്ടുമുടുത്ത വാക്യത്തിൽ പറയുന്നു, എന്താണ് ഈ പാലെന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ? നീതിയുടെ വചനത്തെ പരിചയമില്ലാത്തവര്. കണ്ടോ?
രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും നിങ്ങൾ പാപിയാണ് പാപിയാണ് പാപിയാണ്, എന്തേലും വന്ന ഉടനെ എൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തത്, ഇത് പറയുന്നവർ ഇപ്പോഴും പാല് കുടിക്കുന്നവരാ. കണ്ടോ? അവർക്ക് യേശു ക്രിസ്തുവിനെ അറിയാം, രക്ഷകനെ അറിയാം, ദൈവത്തെ അറിയാം, അത്ഭുതങ്ങൾ ചെയ്യുമെന്നറിയാം. പക്ഷെ സ്വന്തം കാര്യത്തിൽ വരുമ്പോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉടനെ പറയും എൻ്റെ കുറവ് കൊണ്ടാണ്, എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ്, എൻ്റെ പ്രാർത്ഥന കുറവ് കൊണ്ടാണ് എന്നിങ്ങനെ സ്വയം വിധിക്കുന്നവരാണ് പാല് കുടിക്കുന്നവർ. അവരെ പറ്റി പറയുന്നു ശിശുക്കൾ. വചനം പറയുന്നു നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവർ. നീതിയുടെ വചനം എന്നാന്നറിയാവോ? ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ചത് പാപിയായിട്ടല്ല, നീതിമാനായിട്ടാണ്. കണ്ടോ? നീതിമാന്റെ പ്രത്യേകത. ഇനി ശ്രദ്ധിച്ചോളൂ. ഇനി പാല് കുടിക്കുന്ന കൊച്ചും അടുത്ത വാക്യത്തിൽ പറയുന്നു കട്ടിയായ ആഹാരം കഴിക്കുന്ന വ്യക്തി. നമ്മളെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം, നോക്കിയോണേ. അപ്പൊ നീതി എന്ന് പറയുമ്പോൾ എന്താ? നീതി എന്ന് പറയുമ്പോൾ പാപിയല്ലാത്ത അവസ്ഥ. അതാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഞാൻ വന്നിട്ട് അതിലേക്ക് വരാൻ പറ്റുക. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട്, അവകാശി. നമ്മളെപ്പോഴും പറയുന്ന വാക്യം അല്ലെ, അവകാശി യജമാനെങ്കിലും ശിശു. ആ വാക്കുകൊണ്ട് ശിശു ആയിരിക്കുന്നിടത്തോളം കാലം. അതിനർത്ഥം ഇപ്പോഴും പാല് കുടിക്കുന്നവരാ ശിശുക്കൾ. ആണോ അല്ലയോ? ഇന്ന് ആരെങ്കിലും നിബിള് കുപ്പിക്കകത്ത് പാൽ ഒഴിച്ചു കുടിക്കുന്ന ആരെങ്കിലും ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ചോദിച്ചേക്കാം, അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഇല്ല. അതിന്റെ കാര്യം എന്തുവാ? ആ പാല് പോരെ നമുക്ക്. കണ്ടോ? ഒരു കുപ്പി പാല് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കലക്കി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം എൻ്റെ ബ്രദറെ പിടിച്ചു നിൽക്കണമെങ്കിൽ വല്ലതും കട്ടിയായ വല്ലതും വേണം. കണ്ടോ? കട്ടിയായത് വേണം, കാരണം നിങ്ങൾ വളർച്ച വന്നു. ഇനി നീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു എൻ്റെ പാപത്തെ ചുമന്നു, പാപത്തിന്റെ പരിഹാര ഫലം ക്രൂശിൽ കൊടുത്തു. യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഞാൻ ഒരു കുഞ്ഞിനെ പോലെ ദൈവരാജ്യത്തിൽ ജനിച്ചിരിക്കുന്നു. ഇനി ഞാൻ ദൈവരാജ്യത്തിന്റെ പൗരനാണ്. കണ്ടോ? ഈ പൗരത്വം എനിക്ക് കിട്ടുന്നത് എങ്ങനെയെന്നറിയാവോ? ഞാൻ നീതിമാന്മാർക്ക് കിട്ടുന്ന പൗരത്വം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ ബ്രദറെ, അപ്പൊ എന്റെ മനസ്സിൽ പാപചിന്തകൾ വരുന്നു. ഞാൻ പറഞ്ഞുതരാം, പാപചിന്തകളോട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾ ശിശുവായിരിക്കുവാണ്, ഞാൻ ശിശുവിന്റെ അകത്ത് നിൽക്കുവാണ്. ശിശുവിനെ പറ്റി മത്തായിയിൽ യേശു പറയുന്നുണ്ട്, നിങ്ങൾ തിരിയണം. തിരിക എന്ന് പറഞ്ഞാൽ കൺവേർട്ടഡ് ആകണം. ഞാൻ ആ വാക്ക് പറഞ്ഞാൽ ബി കൺവേർട്ടഡ്. നമ്മൾ കൺവേർട്ടഡ് ആയിട്ട് കുഞ്ഞാകണം. അപ്പൊ നിക്കോദിമോസ് പറയും, എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ഞാൻ ഇനി വയസ്സായിരിക്കുന്നു, ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ തിരിച്ചു പോകുന്ന കുഞ്ഞാകുന്നത്? അപ്പൊ യേശു പറ ആമേൻ ആമേൻ. ഞങ്ങളോട് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. ഇവിടെ വെള്ളത്തെ വചനമായി നമുക്കിവിടെ കാണാൻ പറ്റും. വെള്ളത്തെ വചനമായി പലരും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഞാനത് പറഞ്ഞിട്ടുള്ളൂ ഓൾറെഡി. നോക്കിക്കേ, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മൊത്തവും ഒരമ്മ കുഞ്ഞിനെ 10 മാസം ചുമന്ന് ഒരു കുഞ്ഞ് ബേബി ജനിക്കുന്നത് പോലെ നിന്റെ മനസ്സിലിരിക്കുക. നിക്കോദിമോസേ, ഇങ്ങനെയല്ല. ആത്മാവിനാൽ ജനിക്കുന്നവർ, അതാ ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് സ്നാനക്കുളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ നമ്മുടെ കണ്ണിനോ മൂക്കിനോ മാറ്റം വരുന്നില്ല, നിങ്ങളുടെ നിറം വ്യത്യാസം വരുന്നില്ല, രൂപം വ്യത്യാസം വരുന്നില്ല. പക്ഷെ അകത്തൊരു ജനനം നടന്നു. അകത്തൊരു രാജ്യത്തിൽ ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ അകത്തൊരു ജനനം നടന്നിരിക്കുന്നു. ഈ ജനനം കൊണ്ട് നിങ്ങളുടെ അകത്തൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായത് കൊണ്ട് കാര്യമില്ല, പകരം ഈ കുഞ്ഞ് വളരണം. ഇത് ആത്മാവിനാൽ ജനിച്ചതാകുന്നു. കേട്ടെ, ഇനി ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാവോ? ദിവസവും വചനം വേണം. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പറയാ, ബൈബിള് വായിക്കുവാന്ന് വിചാരിച്ചു. ബൈബിൾ ഒരു പാലാണ്, പാല് കുടിക്കാൻ വേണ്ടി പോവാ. ആദ്യത്തെ പാല് ഞാൻ കുടിക്കാൻ വേണ്ടി പോവാണ്. യേശു എൻ്റെ പാപത്തെ ചുമന്നു. കർത്താവായ യേശു എൻ്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും കഷ്ടതയ്ക്കും നിത്യ ജീവനക്ക് ലഭിക്കേണ്ടതിന് എൻ്റെ നിത്യമരണത്തെ ക്രൂശിൽ വഹിച്ചു. കണ്ടോ? ഇത് ഭക്ഷിക്കുക. ഇത് ഭക്ഷിച്ച് അമിതമായി ഇതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുടുംബത്തിന്റെ അകത്തൊരു വിഷയം ഉണ്ടായി. ഉടനെ മനസ്സ് പറഞ്ഞുകൊണ്ട് നിന്റെ കുറവ് കൊണ്ടാണ് അത് വന്നത്. അയ്യോ, പെട്ടെന്ന് സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഓർമ്മ വന്നു, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും, നീതിമാൻ ദുർവർത്തമാന നിമിത്തം കുലുങ്ങിപ്പോകത്തില്ല.
നീതിമാൻ എന്നേക്കും. അതാണ് ആ നീതിമാന്റെ കുടുംബത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും 112 സങ്കീർത്തനം അല്ലെ. നീതിമാനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. നീതിമാൻ അപ്പൊ നീതിമാനായ എന്റെ കുടുംബത്തിൽ നീതിമാനായ എന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ടത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമാണ്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന ഒരു നിലവിളിയും പല്ലുകടിയുമാണ്. കണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും നോക്കിക്കേ, ബൈബിൾ പറഞ്ഞു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. നേരുള്ളവർ, അതായത് നീതിമാന്മാർ ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. അടുത്ത വാക്യം, അവൻ ഒരു നാളും കുലുങ്ങി പോകത്തില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടത്തില്ല, അവന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു, ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും, അവൻ വാരി വിതറി ദരിദ്രന് കൊടുക്കും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ചു ഉരുകിപ്പോകും, ദുഷ്ടൻ നശിച്ചു പോകും. കണ്ടോ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ നമ്മൾ പറയുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ഉടനെ നമ്മൾ പറയും, ഓ കർത്താവ്, ഇത് എന്റെ കുറവ് കൊണ്ട് എനിക്ക് മനസ്സിലായി. കണ്ടോ? എന്റെ കുറവ് കൊണ്ട. ഇതാണ് പാല് കുടിക്കുന്നവര്. ആ ഒരു വാക്യത്തിൽ തന്നെ നിൽക്കും എപ്പോഴും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ദൂത് കേൾക്കുന്നു, സ്തോത്രം. എന്നാൽ വചനം ഭക്ഷിക്കുമ്പോൾ ഒരു ചിന്ത വരും. എൻ്റെ അകത്തൊരു ചിന്ത വന്നു, കർത്താവേ, ബൈബിൾ പറയുന്നു എൻ്റെ കുടുംബത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വെളിപ്പെടണം, ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണം, ദുർവർത്തമാനം എന്തോ ഞാൻ ഭയപ്പെടത്തില്ല. കണ്ടോ? ഇത് നിങ്ങൾ കുഞ്ഞു കൊച്ചു, എനിക്കിപ്പോൾ ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അവൻ്റെ കൊണ്ടുവന്ന് ഇപ്പം എന്തുകൊണ്ട് മുമ്പിൽ വെച്ചാലും വായി വെക്കും, എന്തുകൊണ്ട് വെച്ചാലും. പക്ഷെ എനിക്ക് മൂത്ത ആളുണ്ട്, അവൻ്റെ മുമ്പിൽ കൊണ്ടത് എന്ത് വെച്ചാലും വായി വെക്കത്തില്ല. അവൻ എന്ത് ഫുഡ് കൊടുത്താലും അവൻ ആദ്യം മണത്ത് നോക്കും, ടേസ്റ്റ് നോക്കും, അവൻ ഇഷ്ടമില്ലെങ്കിൽ മാറ്റി വെക്കും. പക്ഷെ കുഞ്ഞങ്ങനെയല്ല, എന്ത് കൊടുത്താലും വായി വെക്കും. വ്യത്യാസം കണ്ടോ? എന്ത് കൊടുത്താലും ചെറുത് വായി വെക്കുമ്പോൾ വലുത് എന്ത് ചെയ്യുന്നു? എന്ത് കൊടുത്താലും അതിനെ പരിശോധിക്കുന്നു, വിവേചിക്കുന്നു, അതിനെ തിരിച്ചറിയുന്നു, അതിനെ സെൻസ് ചെയ്യുന്നു. കണ്ടോ? അപ്പം നിങ്ങൾ വചനം ഭക്ഷിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട യേശു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞെന്ത് ചെയ്യണം? അപ്പൊ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഒരു വിശ്വാസി പൂർണ്ണമാകുന്നില്ല, വളരുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ എത്ര ആഗ്രഹമുണ്ട്? കർത്താവ് ഐശ്വര്യവും സമ്പത്തും, രണ്ടാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് ആണത്. എത്ര ആഗ്രഹം എൻ്റെ ഭവനത്തിൽ ഇത് ഉണ്ടാകണമെന്ന്? ആമേൻ. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോണേ, പാല് കൂടി നിർത്തണം. ഇപ്പൊ പാല് പിടിച്ചോണ്ടിരിക്കുക. എന്താ പാല്? പത്രോസ്ലീഹ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. എബ്രായ ലേഖനം പറയുന്നു, നോക്കിക്കേ, എബ്രായ ലേഖനം പറഞ്ഞു, നിങ്ങൾ പാല് കുടിക്കുന്നവരെല്ലാം, കണ്ടോ, പാല് കൂടി നിർത്തിക്കുവാണേ, പാല് കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ, അവർ ശിശുവാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ളവരായി പ്രായം തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മനസ്സിലാക്കണമേ, വിവേചിക്കണമേ, ഇതെന്റെ ഭവനത്തിലുള്ളതാണോ? ഒരു രോഗം വരുമ്പോഴേക്കും ഉടനെ കർത്താവ് തന്നതായിരിക്കും, ഓ ദൈവത്തിന്റെ ഇഷ്ടം അതായിരിക്കും, ഞാൻ രോഗിയായി കിടക്കുന്നതായിരിക്കും. കണ്ടോ? ഇത് തിരിച്ചറിവില്ലാത്തവരാ. കണ്ടോ? എന്നാൽ കട്ടിയായ ആഹാരം നമ്മൾ ചിന്തിക്കും, ഇത് എൻ്റെ ജീവിതത്തിൽ വരേണ്ടതല്ലല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണല്ലോ, എൻ്റെ ഭവനത്തിലോ എൻ്റെ ശരീരത്തിലോ ഇതല്ലല്ലോ വരേണ്ടത്. കണ്ടോ? ചിന്തിക്കുന്നത് കണ്ടോ? ഇനി ഞാൻ പറഞ്ഞു തരാം. കൊരിന്ത്യർ പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. കണ്ടോ? ശിശുവിനെ പോലെ ചിന്തിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ഹിതമായിരിക്കും. കുടുംബത്തെ മുഴുവൻ പ്രതികൂലം ചിലപ്പം ദൈവം അറിയാതൊന്നും അല്ലല്ലോ. അപ്പൊ പ്രതിസന്ധി വരുന്ന മൊത്തം നമ്മൾ ഓർക്കുന്ന മുഴുവൻ അപ്പൊ പിശാച് കൈയടിക്കുക. കണ്ടോ? ഞാൻ കൊടുത്ത അമ്പ്, തീയമ്പ് പിടിച്ചവൻ. പ്രിയരെ, അതിനെ ഉടയ്ക്കണം, അതിനെ എതിർക്കണം, അതിനെ തിരിച്ചറിയണം. എൻ്റെ കുടുംബത്തിൽ മദ്യപാനിയായ ഭർത്താവും എൻ്റെ കുടുംബത്തിൽ തലമുറ മുഴുവൻ വഴിതെറ്റി, കുടുംബത്തിൽ മുഴുവൻ കടഭാരവും ഞെരുക്കും പ്രതികൂലവും, കർത്താവിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറയുന്നവരല്ല കട്ടിയായ ആഹാരം കഴിക്കുന്നവര്. അവരെന്ത് ചെയ്യുന്നവരാ?
അവർ ചിന്തിക്കുന്നവരാണ്. ഇതല്ലല്ലോ എനിക്കുള്ളത്, ഇതല്ലല്ലോ ഞാൻ കർത്താവിന്റെ നീതിമാനാണല്ലോ, ഞാൻ യേശു എന്നെ നീതീകരിച്ചതാണല്ലോ, കർത്താവിന്റെ കൃപയിൽ ജീവിക്കുന്നവനാണല്ലോ ഞാൻ, എന്റെ ഭവനത്തിൽ ഇതിന് അവകാശമില്ലല്ലോ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നത് എങ്ങനെയാ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. എന്ത് വിശ്വസിക്കണം? എന്റെ കുടുംബത്തിൽ ശാപമുണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത്. അനുഗ്രഹം അനുഭവിക്കുവാൻ യേശു എന്നെ വിളിച്ചിരിക്കുന്നു. കണ്ടോ, എന്നെ വിളിച്ചിരിക്കുന്നത് തന്നെ അനുഭവിക്കാൻ അനുഗ്രഹം. കണ്ടോ, മെച്യൂരിറ്റി. ഞാൻ എപ്പോഴും പറയത്തില്ല, നിങ്ങളുടെ വീടിന്റെ അകത്തോട്ട് ഒരു വ്യക്തി പായും തലമുണയായിട്ട് വന്നിട്ട് പറയും, ഇത് ഇന്ന് മുതൽ എന്റെ വീടാന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ വാടകയ്ക്ക് പോവാന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രതികരിക്കും. ഇതേപോലെ വിശ്വാസത്താൽ പ്രതികരിക്കണം. യേശുവിനെ, കർത്താവേ ഇതെനിക്കുള്ളതല്ല കേട്ടോ. ഇതാണ് കട്ടിയായ ആഹാരം. ചില കൂട്ടരുണ്ട്, എന്തു പറഞ്ഞാലും കരയും. ഓ കർത്താവേ, അങ്ങയുടെ അതാണെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്യാനാ? അറിയത്തില്ല ഇപ്പോഴും. കർത്താവാണ് ഈ പ്രതികൂലം മൊത്തം തന്നെന്നാണ് ആൾക്കാരുടെ ചിന്ത. നോക്കിക്കേ, കർത്താവാണ് ഇതിന്റെ എല്ലാ ഉടമസ്ഥ. അതുകൊണ്ടാണ് യേശു ആദ്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ബി കൺവേർട്ടഡ്. നിങ്ങൾ കൺവേർട്ടഡ് ആകണം, ശിശുവിനെ പോലെ ആകണം. എന്നിട്ട് പറയുക, എപ്പോഴും ശിശുവിനെ പോലെ ഇരിക്കരുത്. കണ്ടോ, ശിശുവിനെ പോലെ ആകണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, എപ്പോഴും ശിശുവിനെ പോലെ ഇരിക്കരുത്. നമ്മുടെ ചിന്തയിൽ ശിശുവിനെ പോലെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കനായിരിക്കണം. കണ്ടോ, ഇതാ പെട്ടെന്ന് വന്നല്ലേ. തമ്പുരാൻ ഈ പറയുന്നത് വീണ്ടും ജനനത്തെ പറ്റി. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. കണ്ടോ, ശിശുവിനെ പോലെ ആകണം. അങ്ങനെ ആകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ജനിക്കണം. നിങ്ങൾക്കിപ്പം കുഞ്ഞാകണമെങ്കിൽ, ചിലർ പറയത്തില്ലേ, ഞാൻ ഇന്ന് മുതൽ ഞാൻ കുഞ്ഞുങ്ങളെ പോലെ ആകാൻ വേണ്ടി. അതിൻ്റെ അർത്ഥം എന്തോ? യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ നടന്ന് എങ്ങനെ ഇരിക്കും? കണ്ടോ, പിള്ളേരെ പോലെ നിക്കർ ഉടുപ്പ് നടന്ന് എങ്ങനെ ഇരിക്കും? നടക്കത്തില്ല. ഒരിക്കലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരരി ചോറാകുന്നത് കൺവേർഷനാണ്, കൺവേർട്ട് ചെയ്യുകയാണ്. അരിനെ കൺവേർട്ട് ചെയ്ത് ചോറാക്കുന്നു. ഇനി ആ ചോറിനെ കൺവേർട്ട് ചെയ്ത് അരിയാക്കാൻ പറ്റത്തില്ല. ഇതാ രക്ഷിക്കപ്പെട്ടവൻ. വൺസ് രക്ഷിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു. രക്ഷിക്കപ്പെട്ട വ്യക്തിയോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പഴയ കാര്യം പറയാം. ആൾക്കാർ, ഞാൻ ബ്രദറെ ഞാൻ ആരായിരുന്നറിയാവോ? ചിലരും ഇന്ന് പറയും, ഞാൻ ഇന്ന ജാതിയിലായിരുന്നു, ഇന്ന സംഭവത്തിലായിരുന്നു, ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ വളർന്നിട്ടില്ല, ഇപ്പോഴും വളരാത്തതുകൊണ്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം, മർക്കോസിലോട്ട് ഞാൻ വരാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിശ്വസിക്കുന്നവർ, ഞാൻ ആദ്യം വിശ്വസിക്കണം, ഞാൻ പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനാണ്. പുതിയ മനുഷ്യന് ശാപമില്ല, അനുഗ്രഹമാണ്. പറഞ്ഞാട്ടെ, പുതിയ മനുഷ്യന് ശാപത്തിലല്ല അനുഗ്രഹത്തിലാന്ന് പറ. പറഞ്ഞേ, പുതിയ മനുഷ്യൻ രോഗത്തിലല്ല ആരോഗ്യത്തിലാന്ന് പറ. പറഞ്ഞ, പുതിയ മനുഷ്യൻ ഐശ്വര്യത്തിലും സമ്പത്തിലുമാന്ന് പറ. പറഞ്ഞ, പുതിയ മനുഷ്യൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറ. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ പറയും, ബ്രദറെ എന്റെ അകത്ത് ഈ പാപത്തിന്റെ ചിന്തകൾ വരുന്നതോ? ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ട വാക്യം. യേശുക്രിസ്തു പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകും, ആത്മാവിനാൽ ജനിച്ചതെല്ലാം ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന എന്തിനാ? യേശു പറയാം, ആശ്ചര്യപ്പെടുന്ന എന്തിനാ? ഇപ്പോഴും മനസ്സിലാകാത്തതുകൊണ്ട് ആശ്ചര്യപ്പെടുന്നത്. കർത്താവ് പറയുക, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊരുന്നു, അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം ഇതുപോലെ ആകുന്നു. നിക്കോദിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അവിടെ യേശു പറയുകയാണ്, നീ ഇസ്രായേലിന്റെ ഇത്രയും വലിയ ഉപദേഷ്ടകനായിട്ടും നിനക്കിത് അറിയത്തില്ലേ? അപ്പം നിന്റെ അണ്ടർസ്റ്റാൻഡിങ് മൊത്തം ആത്മീയമായിട്ടല്ല, ബുദ്ധിയിലാ ചിന്തിക്കുന്നത്. കണ്ടോ, ബുദ്ധിയാ ചിന്തിക്കുന്നത്. യേശു വയ്ക്കും, നീ ഇത്ര വലിയ ഉപദേഷ്ടാവല്ലേ, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവനായിട്ട് നിക്കോദിമോസേ സംഭവം പിടികിട്ടുന്നില്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇപ്പോഴും ട്യൂബ്ലൈറ്റ് കത്തുന്നില്ലേ എന്നാ യേശു ചോദിക്കുന്നത്.
യേശു പറയുന്നു, ആമേൻ ആമേൻ, ഞാനിവിടെ പറയുന്നു, അറിയുന്നത് പ്രസ്താവിക്കുന്നത് കണ്ട് സാക്ഷികൾ ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഭൂമിയിലുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കണ്ടോ, സ്വർഗത്തിലുള്ളത് പറഞ്ഞത് എങ്ങനെ? അപ്പൊ നമ്മള് സ്വർഗത്തിലുള്ളതിനെയാണ്, നിങ്ങൾ സ്വർഗത്തിലാ വീണ്ടും ജനിച്ചിരിക്കുന്നത്. മനസ്സിലായോ? യേശു സംസാരിക്കുന്നത് മുഴുവൻ സ്വർഗീയ കാര്യങ്ങളാണ്. ഇപ്പൊ വീണ്ടും ജനിച്ചൊരു വ്യക്തി നിങ്ങളുടെ അകത്തുണ്ട്. ഈ വ്യക്തിക്ക് പൗരത്വം സ്വർഗത്തിലുണ്ട്. ഈ വ്യക്തി എൻ്റെ വീട്ടിൽ അഥവാ എൻ്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ പ്രത്യേകത എൻ്റെ ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോകണം. മനസ്സിലായോ? അകത്ത് വന്നിരിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം എൻ്റെ ശരീരത്തെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യേശുക്രിസ്തു വരുമ്പോൾ മരിച്ചവർക്ക് എന്ത് സംഭവിക്കും? ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാമോ എന്നാ പറ്റും? അവനോട് കൂടെ മേഘമെടുക്കും. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. കണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് രൂപാന്തരം ഉണ്ടാകും. അപ്പൊ ഈ അകത്ത് മനുഷ്യൻ വന്നിരിക്കുന്നതിന്റെ കാരണം എന്നെ ശരീരത്തെ കൊണ്ടുപോകാൻ വേണ്ടിയാ. അപ്പൊ ഈ ശരീരത്തിന്റെ പ്രത്യേകത, നിക്കോദിമോസിനെ പോലെ നമ്മളും ഭൂമിയിലുള്ളത് ചിന്തിച്ചു നടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അകത്ത മനുഷ്യനുമായിട്ടൊന്ന് നമുക്ക് കോംപ്രമൈസിൽ പോവാം. അകത്ത മനുഷ്യൻ പറയുന്നത് കേൾക്കണം. അപ്പൊ എന്താണ് ഈ അകത്ത മനുഷ്യൻ പറയുന്നതെന്ന് അറിയാവോ? വചനം. അകത്ത മനുഷ്യൻ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. സഹോദര, ഉദാഹരണം ഞാൻ പറയുവാണ്. അകത്ത മനുഷ്യൻ, അത് തന്നെ ഫിലിപ്പിയ ലേഖനം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആമേ, അത് തന്നെ ഫിലിപ്പിയ ലേഖനം. ആമേ, നോക്കിക്കേ, അകത്ത മനുഷ്യനെ ശ്രദ്ധിക്കണമേ. ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ബുദ്ധിയെ ശ്രദ്ധിക്കരുത്. നിക്കോദീമോസിന് യേശു പറയുന്നത്, നീ ഇത്ര വലിയ ഉപദേഷ്ടാവായിട്ടും നിനക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല. ഞാൻ പറയുന്നത്, യേശു പറയാണ്, നിനക്ക് ഭൂമിയിലുള്ള നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഭൂമിയിൽ എന്ത് നടക്കാൻ പോവാ? രക്ഷാപദ്ധതി നടക്കാൻ വേണ്ടി പോവാ. ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കാറ്റ് ഇഷ്ടമുള്ളിടത്തോട്ട് പോവാ. ഇത് പോകുന്നൊരു സ്ഥലമുണ്ട്, അവിടുത്തെ കാര്യം പറഞ്ഞാൽ നിനക്ക് ഒന്നും മനസ്സിലാകത്തില്ലല്ലോ. ഇനി കേട്ടോണേ, മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങളുടെ ബുദ്ധി പറയുന്നു കുടുംബത്തിൽ ഭയങ്കര പ്രതിസന്ധിയാണ്, പ്രതികൂലമാണ്, ബ്രദറെ പ്രാർത്ഥിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെട്ട ആളാണ്, ഞങ്ങൾ സഭയിൽ പോകുന്ന ആളാണ്, ഉപവാസം എടുക്കുന്ന ആളാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, ചിലപ്പോൾ എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. ശ്രദ്ധിച്ച്, ഇനി അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ജനിച്ചയാള്. ഈ വ്യക്തിക്ക് വചനം കൊടുക്കുവാന്ന് വിചാരിച്ചു. വചനം കൊടുത്ത് ഈ വ്യക്തിയെ കൊണ്ട് വചനം പറയിപ്പിക്കണം. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കും ഓരോ കാര്യങ്ങൾ, അല്ലേ? തത്ത, പൂച്ച, മാങ്ങ, തേങ്ങ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കും. എന്തിനാണെന്നറിയാവോ? അവർ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയാ. അപ്പൊ അകത്ത മനുഷ്യന് നിങ്ങൾ വചനം കൊടുക്കുമ്പോൾ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ വ്യക്തി പറയും, മോനെ, നിന്റെ കുടുംബത്തിൽ ഐശ്വര്യമാണ് വെളിപ്പെടേണ്ടത്. ഐശ്വര്യം, ബ്ലെസ്സിങ്ങുകളാണ്, വെൽത്താണ് വെളിപ്പെടേണ്ടത്. കേട്ടെ? അപ്പം പെട്ടെന്ന് ഇവിടെ ഒരു യുദ്ധം നടക്കും. അതായത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു യുദ്ധം ഉണ്ടാകും. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ചിലത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരവകാശിയെ പോലെ നിൽക്കണം. കണ്ടോ, അകത്ത മനുഷ്യന് സ്വർഗത്തിലും ഭൂമിയിലും അവകാശമുണ്ട്. ഞങ്ങൾ രണ്ടല്ല, ഒന്നാന്ന് പറയണം. ശരീരവും ആത്മാവും രണ്ടാന്ന് പഠിപ്പിക്കുന്ന തെറ്റാ. ഇതെല്ലാം ഒന്നാണ്. ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നായിട്ട് പറയുമെങ്കിലും ഇത് മൂന്നും ഒന്നാണ്. ആത്മാവില്ലേ പിന്നെ ബോഡി കൊണ്ട് പ്രയോജനമുണ്ടോ? ഇനി ആത്മാവും ബോഡിയും ഉണ്ടെന്നിരിക്കട്ടെ, ദേഹി മാത്രം നിൽക്കുക, ഗുണമുണ്ടോ? ഇല്ല. ഇത് മൂന്നും ചേർന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് രക്ഷാപദ്ധതി വരുന്ന സമയത്ത് എൻ്റെ ആത്മാവിൽ വന്ന രക്ഷ എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. കണ്ടോ, ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടും. കറ, ചുളുക്കം, വാട്ടം എന്നിവയില്ലാത്ത. കണ്ടോ, അപ്പൊ ഇതിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തുവാണ്. അപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, മോനെ, നീ എന്ത് ചെയ്യണം? നീ ഇന്ന് മുതൽ ശിശുവിനെ പോലെ ചിന്തിക്കാതെ, കുറവ് പോക്കി പോകാതെ, എൻ്റെ കുറവാണ്, എൻ്റെ അച്ഛൻ്റെ കുറവാണ്, കുഞ്ഞുങ്ങളുടെ കുറവാണ്, ബ്രദറിന്റെ കുറവാണ്, ഉപദേശിയുടെ കുറവാണ്, ഇങ്ങനെ പോകാതെ നീ എന്ത് ചെയ്യണം? ഒരു ഭവനത്തിന്റെ അകത്തോട്ട് ആരെങ്കിലും അതിക്രമിച്ച് കയറി വന്നാൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യുന്നത് പോലെ പറയണമേ, ഇതെനിക്കുള്ളതല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, ഞാൻ അവകാശിയാണ്, ഞാൻ പുത്രനാണ്, ഞാൻ പുത്രിയാണ്, ദൈവത്തിൽ ഉള്ളവനാണ്, ഞാൻ ഇതിനെയൊക്കെ ജയിക്കും. ഇതിനെ വിശ്വസിക്കണം. ആദ്യം എനിക്കുള്ളതിനെ ഞാൻ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ വെളിപ്പെടും.
കണ്ടോ? എനിക്കുള്ളതിനെ ഞാൻ വിശ്വസിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, അനാവശ്യമായി വിശ്വസിക്കരുത്. ഒന്ന് പറഞ്ഞാട്ടെ, അനാവശ്യമായി വിശ്വസിക്കരുതെന്ന് പറ. അനാവശ്യമായി വിശ്വസിക്കരുത്. അനാവശ്യ വിശ്വാസം ഞാൻ പറഞ്ഞു തരാം. ചുമ്മാ നിങ്ങൾ പറയുക, അറിയത്തില്ല. ഇപ്പൊ ഒരു 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 ഉദാഹരണം പറയാം. ബ്രദറെ, ചിലർ പറയുന്നുണ്ട്, ബ്രദറെ, അയ്യോ ഞാൻ രക്ഷപ്പെടാത്തതിന്റെ കാരണം ഇന്ന കാരണങ്ങളാ. കണ്ടോ? എങ്ങനെ മനസ്സിലായി? എൻ്റെ മനസ്സിന്റെ അകത്ത് തോന്നൽ വന്നു, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതാ കാരണം. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? മനസ്സല്ലേ പറഞ്ഞത്, ദൈവം പറഞ്ഞില്ലല്ലോ. ഇത് വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കും. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടൊന്നും തല വെക്കാൻ പോകരുത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോകരുത്. ശ്രദ്ധിച്ചോണേ, നിങ്ങളത് വിശ്വസിക്കുമ്പോൾ സംഭവിക്കും. അവിടെ നിങ്ങൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ആത്മാവിന് നിങ്ങളുടെ മേൽ ഡൊമിനേഷൻ നടക്കുന്നില്ല, കർത്തൃത്വത്തിന് വേണ്ടി ആ സംഭവം നടക്കുന്നില്ല. അവിടെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കും. അപ്പൊ എൻ്റെ ചോദ്യം, ബ്രദറെ, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം? ശ്രദ്ധിച്ചോണേ, ഇനി കേട്ടോണേ, ഇവിടെയാണ് വളർച്ചയുടെ സ്വാധീനം. ഞാൻ അതിൻ്റെ ഒരു ഗ്രീക്ക് വാക്ക് ഇന്ന് ഞാൻ എടുത്തു വെച്ചതാണ്. ആ ഗ്രീക്ക് വാക്ക് ഞാൻ എടുത്തില്ല, അത് അതിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ അകത്ത് പറഞ്ഞൊരു വാക്യമുണ്ട്. നമ്മൾ ഈ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്ക് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: നമുക്കൊരു പൊസിഷൻ ലഭിക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ശിശുവാകുമ്പോൾ, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, പക്ഷേ യോഹന്നാനേക്കാൾ വലിയവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണ്. അപ്പൊ ചെറിയവരും ഉണ്ട്, വലിയവരും ഉണ്ട് ദൈവരാജ്യത്തിൽ. ആരാ ചെറിയവര്? ജനിച്ചവര്, ശിശുക്കളാണ് ചെറിയവർ. അങ്ങനെയല്ല, നമ്മുടെ ലോകത്തിൽ അങ്ങനെയാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങൾ ഒരിക്കലും വലിയവരല്ല, കുഞ്ഞുങ്ങൾ എപ്പോഴും ചെറിയവരാണ്. അപ്പൊ ഓരോ ഘട്ടത്തിൽ അവർക്ക് വളർച്ചയുണ്ട്, റാങ്കുകളുണ്ട്. കണ്ടോ? നിങ്ങൾ വളരും തോറും എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നു, എന്താ പറഞ്ഞേക്കുന്നത് അറിയാവോ? കട്ടിയായ ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ളവരായി പ്രായം തികഞ്ഞവർ. കണ്ടോ? കുഞ്ഞിൽ നിന്ന് തുടങ്ങിയത് ഇപ്പൊ ആരായി മാറി? പ്രായം തികഞ്ഞവർ. ഹല്ലേലൂയ. ഇവിടെയാണ് ആത്മീയമായി വളർച്ച വേണമെന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണം ഞാൻ പറയാം. നമുക്കറിയാം, ഒരു പഴയ നിയമം വായിക്കുന്ന സമയത്ത് ആ ഒരു സഹോദരിയുടെ മകൻ മരിച്ചുപോയി. ഉടനെ വാതിൽ അടച്ചിട്ടിട്ട് കുഞ്ഞിനെ മുറിക്കകത്ത് പൂട്ടിയിട്ട് ആരോടും മിണ്ടാതെ ഈ സഹോദരി ഇറങ്ങി ഓടിയിട്ട് പ്രവാചകന്റെ അടുക്കിലേക്കാണ്. എലിയാസ് പ്രവാചകൻ അവിടെ നിൽക്കുന്ന സമയത്ത്, പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന സമയത്ത് ഹേഗസി പറയുവാണ്, എന്തോ ഒരു മനോവ്യസനം അവർക്കുണ്ടല്ലോ. ഉടനെ ഏലിയാവ് പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്, അവൾക്ക് എന്തോ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞു. ഉദാഹരണമാണ്, ഏലീശയോട് ഒരു വന്ദനം പറയാൻ പറഞ്ഞു, ഹേഗസിയോട് പറഞ്ഞു. ഹേഗസി വന്ദനം പറഞ്ഞാൽ നിൽക്കുന്നില്ല, പുള്ളി ഓടി വരിക. ഉടനെ പ്രവാചകൻ പറയുന്നുണ്ട്, 2 രാജാക്കന്മാർ, എലീശ പറയുന്നുണ്ട്, എനിക്കൊന്നും ദൈവം വെളിപ്പെടുത്തുന്നില്ല, എന്നെ അവളുടെ മനോവ്യസനമെന്ന്. എന്നാൽ അതിന് ശേഷം ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. അവിടെ ചെന്ന് നമുക്ക് എന്ത് ചെയ്തു? ഏലീശ പ്രവാചകൻ, നമുക്ക് ആ വാക്യം 2 രാജാക്കന്മാർ പുസ്തകത്തിൽ നിർത്തിട്ട് ഇന്ന് ഞാൻ ഇതിലോട്ട് പോകാൻ കാരണം, വീണ്ടും ജനിച്ച വിശ്വാസിക്ക് വളർച്ച. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മയോട് പറഞ്ഞു, നിങ്ങളെ സൈന്യമാക്കി ദൈവം എണീപ്പിക്കാൻ വേണ്ടി പോവാ. കേട്ടെ, സൈന്യമാക്കി എണീപ്പിക്കാൻ വേണ്ടി പോവാ. നിങ്ങളെല്ലാം ഒരു സൈന്യമാക്കണമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. ഇന്നലെയൊക്കെ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. കുറേ കാര്യങ്ങൾ ദൈവാത്മാവ് സംസാരിച്ചു. അതിൻ്റെ അകത്ത് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യമാണ്, ഒരു സൈന്യമാക്കി വിശ്വാസ യുദ്ധം ലോകത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാ. വിശ്വാസ യുദ്ധം, അതായത് ഫിസിക്കൽ വാർഫെയർ അല്ല, സ്പിരിച്വൽ വാർഫെയർ. വിശ്വാസീനെ ഒരു സൈന്യമാക്കി മാറ്റണമെന്ന് ദൈവാത്മാവ് ഇടപെട്ടു. അപ്പൊ സൈന്യമാകണമെങ്കിൽ ശിശുവിനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ശിശുവിനെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. നമ്മൾ വെറുതെ എടുത്തുകൊണ്ട് നടക്കാനല്ലാതെ ശിശുവിനെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. സൈന്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മെച്യൂരിറ്റിയിലേക്ക് വരണം. നോക്കിയ വാക്ക് കൊണ്ടോ, ഓക്കെ, ഈ വാക്ക് നോക്കി. പിറ്റേ ദിവസം എലീശ പാലക്കാട് ഹേഗസി അവളെ വിളിച്ചു വെച്ചു.
അപ്പോൾ അവൾ കയറി വന്ന് ദൈവപുരുഷനോട് കട്ടിലിന്മേൽ കിടത്തി വാതിലടച്ചു പുറത്തിറങ്ങി. പിന്നെ അവൾ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷനെ അടുക്കളോളം പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ബാല്യക്കാരനെ ഒരു കഴുതയും അയക്കണമേ എന്ന് പറഞ്ഞു. അതിനവർ ഇത് നീ എന്നെ അടുക്കലേക്ക് പോകുന്നതിന് അമാവശ്യമല്ലോ ശബത്തുമല്ലയോ എന്ന് പറഞ്ഞു. വേണ്ടെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം ചെളിച്ചു വിടുക എന്ന് പറഞ്ഞു. അവർ കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലേക്ക് എത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ തന്റെ ബാല്യക്കാരനായ ഹേഗസിയോട്, ഇതാ ശുനേനക്കാരത്തി വരുന്നു, നീ അവളെ ഓടിച്ചെന്ന് എതിരേൽക്കുക. സുഖം തന്നെയോ എന്ന് അവളോട് സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവല്ലോ, ബാലന് സുഖമുണ്ടല്ലോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. അവൻ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവൻ കാൽക്ക് പിടിച്ച് ഹേഗസി അവളെ മാറ്റുവാൻ എടുത്തു എന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയൊരു മനോവ്യസനമുണ്ട്. അവൾക്ക് വലിയൊരു മനോവ്യസനമുണ്ട്. യഹോവേ അത് എന്നോട് മറച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ചിലത് മറച്ചു വെച്ചിരിക്കുന്നുണ്ടോ? പ്രവാചകന് മറച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യം ഏലീശ ഒരു ടെസ്റ്റ് നടത്തി. ആദ്യം ഒരു ഗുഡ് മോർണിംഗ് പറ, ഹവാറിന്ന് ചോദിക്കാൻ പറഞ്ഞു. അവള് പറഞ്ഞു സുഖം തന്നെ, ഒരു കുഴപ്പമില്ല, കൊച്ചിനോ കുഴപ്പമില്ല, ഭർത്താവിനോ കുഴപ്പമില്ല. അപ്പൊ പ്രവാചകന്റെ സംശയം, പിന്നെ എന്തായിരിക്കും ഇവളുടെ മനോവസനം? അവക്ക് കുഴപ്പമില്ല, ഭർത്താവിന് കുഴപ്പമില്ല, കൊച്ചിന് കുഴപ്പമില്ല. പ്രവാചകൻ പറയുന്നു എന്തോ ഒരു വിഷമമുണ്ട്, പക്ഷേ യഹോവ ഇത് മറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളെ വെളിപ്പെടുത്താതിരിപ്പാൻ തക്കവണ്ണം മറഞ്ഞിരിപ്പുണ്ട്. കണ്ടോ? അപ്പൊ ഇത് വെളിപ്പെടുത്തുവാൻ നമുക്ക് എന്താവശ്യമാ? ദൈവവുമായി ഒരു കണക്ഷൻ ആവശ്യമാണ്. അകത്ത മനുഷ്യന് ഇതെല്ലാം അറിയാം. പക്ഷെ ഞാൻ ഇന്നാൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിങ്ങൾക്കത് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഈ വ്യക്തിക്ക് വളർച്ചയില്ല. ഇപ്പം കാര്യം മനസ്സിലായോ? ഇത് ഞാൻ പ്രവാചന കാര്യം എടുത്ത ഉദാഹരണം അതാണ്. നിങ്ങളുടെ അകത്ത മനുഷ്യന് ദൈവരാജ്യത്തിൽ എല്ലാം ഉണ്ട്. പുള്ളി ജനിച്ച് ദൈവരാജ്യത്തില്ല, പൗരനാണ്, എല്ലാം അറിയാം. പക്ഷേ ഈ പുള്ളിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. കണ്ടോ? ഇതിന് പറയാൻ അറിയത്തില്ല നിങ്ങളോട്. ഇത് പറയാൻ അറിയാത്തതിന്റെ കാരണം ഇതിന് പലതും മറഞ്ഞിരിക്കുകയാണ്. സൊല്യൂഷൻ പറയാൻ പറ്റുന്നില്ല. അടുത്ത് നോക്കി, യഹോവ അതെനിക്ക് മറച്ചിരിക്കുന്നു പറഞ്ഞു. ഞാൻ യജമാനോട് ഒരു മകനെ ചോദിച്ചുവല്ലോ. അടുത്ത വാക്യം, എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞുവല്ലോ എന്ന് അവൾ പറഞ്ഞു. കണ്ടോ? അവളുടെ ചിന്തയിൽ ഞാൻ കൊച്ചിനെ ചോദിച്ചപ്പോൾ തമ്പുരാൻ കൊച്ചിനെ തന്നു. അന്ന് അവൾ പറയുവാണ്, എന്നെ ചതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. കണ്ടോ? അന്നേ അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇതാണ് പേടിയുള്ളപ്പോൾ ക്യാൻസൽ ചെയ്യണം. പറഞ്ഞാട്ടെ, പേടിയുണ്ട് എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറ. ബ്രദർ എന്തോ വരാൻ പോകും, ഒരു ഭയം, ക്യാൻസൽ ചെയ്യണം. ഇതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ. നന്മ തരുമ്പോ ഒരു പേടിയും കയറി വരും, അനുഗ്രഹം വരുമ്പോ പേടി വരും. ഈ പേടിയെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ നോക്കിക്കേ, കുഞ്ഞില്ലാതിരിക്കുന്ന ഈ സഹോദരിക്ക് പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞു, അടുത്ത ആണ്ടിന് കുഞ്ഞ് ജനിക്കും. അന്നൊരു വാക്ക് പറഞ്ഞാൽ, എന്നെ ചതിക്കരുത് എന്ന്. കണ്ടോ? ചതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. അന്നേ പറഞ്ഞില്ലേ ചതിക്കരുത്. കണ്ടോ? ഭയം വരുമ്പോ ക്യാൻസൽ ചെയ്തോണം. അതുപോലെ സംഭവിച്ചു. കിട്ടിയ കൊച്ച് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഇതാണ് വിശ്വാസത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത്, സൂക്ഷിക്കണം. അതും ഇതും പോയി കേട്ട് ആമേൻ പറയരുത് പ്രിയരെ. ഞാൻ വീണ്ടും വീണ്ടും വാണിങ്ങി തരുക. നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്ക് കയറിയില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, എവിടെയെങ്കിലും പോകാം. പക്ഷെ പോകുന്ന സ്ഥലം സൂക്ഷിക്കണം. കാണുന്നിടത്തെല്ലാം പോയി തല വെക്കരുത്. തലയിലോട്ടെല്ലാം വന്ന് കയറും. ഇവിടെ ശുനേനക്കാരത്തി പറയുകയാണ്, അന്നേ ഞാൻ പറഞ്ഞാൽ എന്തിനാ? അപ്പൊ ഞാൻ ചിന്തിക്കുക, എന്തിനാ സഹോദരി അത് പറയാമേ? ദൈവം തന്നെങ്കിൽ ദൈവം സൂക്ഷിക്കത്തില്ലേ? ഇത്രയും പറഞ്ഞാൽ പോരായിരുന്നു. ആ ഭയത്തെ അവൾ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. അന്നേ ഒരു പേടി ഉണ്ടായിരുന്നു നഷ്ടപ്പെടുക. അന്ന് അവൾ പറഞ്ഞ വാക്കുണ്ടോ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ചതിക്കരുതെന്ന്. ഇപ്പൊ എന്നാ സംഭവിച്ചു? ചതി പറ്റി. ഉടനെ അവൻ ഏകസിയോട്, നീ അരകെട്ടി എൻ്റെ വടി കയ്യിലെടുത്ത് പോകുക, നീ ആരെ എങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്റെ വന്ദനം ചെയ്താൽ അത് പ്രതിവന്ദനം പറയുകയും അരുത്, നിന്റെ വടി ആ വടി ബാലന്റെ മുഖത്ത് വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. ഹേഗസി അവക്ക് മുമ്പായി ചെന്നു, വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു ബാല്യക്കാരനെ ഉണർത്തി അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചിടക്കുന്നത് കണ്ട് അവൾ പേടിച്ചത് സംഭവിച്ചു. എന്റെ കൂടെ പറഞ്ഞാട്ടെ, പേടിച്ചത് എന്ത് ചെയ്തു? പറഞ്ഞു, പേടിച്ചത് സംഭവിച്ചു. അപ്പൊ ഭയങ്ങൾ വരുമ്പോ ക്യാൻസൽ ചെയ്യണം.
പെട്ടെന്ന് ബ്രദർ എൻ്റെ മനസ്സ് പറയുന്നു വണ്ടി തട്ടാൻ വേണ്ടി പോവാ. പെട്ടെന്ന് മനസ്സ് പറയുന്നു അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് ആരോ മനസ്സ് പറയുന്നു. ഓ, ഉടനെ എന്ത് ചെയ്തത്? ദൈവം കാണിച്ചെന്ന് പറയരുത്, ക്യാൻസൽ ചെയ്യണം. ഭയം വരുമ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ മനസ്സിൽ കൈകൂടി എല്ലാ ഭയത്തെയും ചിന്തകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എല്ലാം പിടിക്കരുത്, എല്ലാം പിടിക്കരുത്. വിവേചിക്കാൻ പഠിക്കണം. ഈ സഹോദരിക്ക് അത് മനസ്സിലായില്ല. സഹോദരി അന്ന് ഓർത്തു ഭയം വരുന്നു, അത് ചിലപ്പോൾ എല്ലാവർക്കും വരുന്നതല്ലേ വിശ്വാസികൾക്ക്. എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. സ്വത്രം പിടിച്ചു. എന്ത് സംഭവിച്ചു? കൊച്ചു മരിച്ചു. പക്ഷെ പ്രവാചകൻ മെച്യൂരിറ്റി ഉള്ള ആളാ. പ്രവാചകൻ മനസ്സിൽ പറഞ്ഞു, കർത്താവേ, ദൈവം പറഞ്ഞിട്ട് ഞാൻ പ്രവചിച്ചത്. മരിക്കാനല്ല പ്രവചിച്ചത്, ജീവിക്കാൻ വേണ്ടിയാ. കണ്ടോ, ഇതാണ് അടുത്ത മെച്യൂരിറ്റി. ഏലീശയ്ക്ക് എന്ത് ചെയ്യായിരുന്നു? എപ്പോഴാ സംഭവിച്ചത്? 4 മണിക്ക് സംഭവിച്ചു. സ്തോത്രം, എന്നാ ചെയ്യാനാ? ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞില്ല. ഏലീശ വിട്ടുകൊടുത്തില്ല. കാര്യം ഏലീശയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട് ദൈവവുമായിട്ട്. കേട്ടോണേ, താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇത് തന്നെയാണ് യേശുവും ചെയ്തത്. കണ്ടോ, പള്ളിപ്രമാണിയുടെ മോള് മരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് യേശു എല്ലാവരെയും പുറത്ത്. കാര്യം അവിടെ അവിശ്വാസം പറയുന്ന ആ സഹോദരിയുണ്ട്, ഭാര്യ ഏകസി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി തെന്നി മറിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഏകസി. നോക്കി, ആദ്യം ആ മകളെ പുറത്താക്കി. താനും ബാലനും എന്തോ അമ്മയെ വിളിക്കാത്തത്. അമ്മയെ വിളിച്ചാൽ അമ്മ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കർത്താവേ, അന്നേ ഞാൻ പറഞ്ഞതല്ലേ, അന്നേ ഞാൻ പറഞ്ഞതല്ലേ, അന്നേ ഞാൻ പറഞ്ഞതല്ലേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം അവൾ യേശു ഇത് തന്നെ ചെയ്തത്. ശിഷ്യന്മാരെയും ബാക്കി എല്ലാവരെയും പുറത്താക്കി കളഞ്ഞു. അവിശ്വാസം പറയുന്നവരെല്ലാം പുറത്താക്കി. കണ്ടോ, ആദ്യം ചെയ്യേണ്ട കാര്യം വിശ്വാസത്തിന്റെ വാക്കുകളിൽ നിന്നും ബലപ്പെടണം. അങ്ങനെയുള്ളവരുടെ കൂട്ടേ കൂടാവുള്ളേ. കണ്ടോ, ഇല്ല അപകടമാ, ഇല്ല നാശങ്ങളുണ്ടാവും. കേട്ടെ, ഇവിടെ അകത്തുണ്ടായിരിക്കുന്ന വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇവിടെ എന്താ നടന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതല്ല, കമ്മ്യൂണിക്കേഷനാണ്. പറഞ്ഞാട്ടെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധമാന്ന് പറ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. റേഡിയോ അല്ല പ്രാർത്ഥന. ദൈവത്തോട് സംസാരിക്കുകയും ദൈവം സംസാരിക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? എലീശ അവിടെ പോയി പ്രാർത്ഥിച്ചു, എല്ലാരെയും പുറത്താക്കി. എന്തുകൊണ്ടാ എലീശ അങ്ങനെ പ്രാർത്ഥിച്ചത്? രഹസ്യത്തിൽ ഒരു പ്രാർത്ഥന, ബന്ധമാണ് ഒരു പ്രാർത്ഥന. ഇവിടെ ഞാൻ പറഞ്ഞറിയാവോ, ശിശുവിനെ പോലെ ഇരിക്കരുത് രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ. ചാർജ് ആകണം, ദൈവശബ്ദം കേൾക്കണം, ഇതിനു വേണ്ടി വേർതിരിച്ചിരിക്കണം. എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ ദൈവശബ്ദം കേൾക്കും. അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ ദൈവശബ്ദം കേൾക്കും. അടുത്ത വാക്യം, പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കടന്നു. അപ്പൊ എന്റെ ചോദ്യം, എന്തിനാ ഈ മരിച്ച കൊച്ചിന്റെ മുകളിൽ കിടക്കുന്നത്? ദൈവം പറഞ്ഞിട്ടാ. കണ്ടോ, ദൈവം പറഞ്ഞിട്ടാ. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ചത്? ദൈവം പറഞ്ഞു. പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ചപ്പം ദൈവം പറഞ്ഞെന്ന് പറ. ഇതാണ് പ്രിയരെ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ ഇമോഷന്റെ അകത്ത് നിന്നുകൊണ്ട് ആത്മാവ് ദൈവത്തിന്റെ അകത്തോട്ട് കയറി അവിടുന്ന് സൊല്യൂഷനുകളെ പിടിച്ചെടുക്കുന്നതാണ് പ്രാർത്ഥന. നോക്കിക്ക്, മരിച്ചെടുക്കുന്ന ഡെഡ് ബോഡിയെ ഉയർപ്പിക്കുവാൻ ദൈവം പറഞ്ഞു കൊടുക്കുക. ഇന്നതുപോലെ ചെയ്യ്. കണ്ടോ, ഇന്നതുപോലെ ചെയ്യുവാൻ ദൈവം പറഞ്ഞു കൊടുത്ത്. എന്താ പറഞ്ഞു കൊടുത്തറിയാവോ? ആ മരിച്ച കൊച്ചിന്റെ മോളിൽ കിടന്ന്, മരിച്ച കൊച്ചിന്റെ മോളിൽ എങ്ങനെ കയറി കിടക്കുന്നത്? 10-60 വയസ്സുള്ള അപ്പച്ചൻ കയറി മരിച്ച കൊച്ചിന്റെ മോളിൽ കയറി കിടക്കാൻ ദൈവം പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരെയും പുറത്താക്കുക. തെമ്പുരാൻ ചിലപ്പോൾ പറയുമ്പോൾ മറ്റൊരാൾ കേട്ടാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പേഴ്സണൽ പ്രെയർ ആവശ്യമാണ്. അടുത്ത് നോക്കി. അതുകൊണ്ടാണ് അപ്പോൾ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ. അപ്പൊ എൻ്റെ ഇത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവം? ഇനി വളരാനുണ്ട് നമ്മൾ. ദൈവശബ്ദം പ്രാർത്ഥനയിൽ കേൾക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ആ ശിശുവിൽ നിന്നും വളർച്ച വന്നാൽ മതി. കുഞ്ഞിന്റെ അവസ്ഥയിൽ നിന്നും കുറച്ചും കൂടെ വളരണം. വളരും തോറും നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീട്ടിൽ കുഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചാൽ കുഞ്ഞ് നീന്തിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ കുഞ്ഞായോണ്ട് കുഞ്ഞു വീട്ടിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. കുറെ കഴിയുമ്പോൾ വിളിച്ചാൽ ഇങ്ങോട്ട് വരും. കണ്ടോ, പ്രതികരണം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. ഇതാണ് മെച്യൂരിറ്റിയുടെ സൈൻ, വളർച്ചയുടെ സൈൻ. ഗ്രോത്ത് അഥവാ ഇൻക്രീസ് ആകുക എന്ന് പറയുന്നത്. നോക്കിയേ, തൻ്റെ വായോട് ബാലന്റെ വായും തൻ്റെ കണ്ണിനോട് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈയുടെ മേലും വെച്ചു അവൻ്റെ മേൽ കവന്നു കിടന്നു. കാര്യം എന്നറിയാം, എലീശ തമ്മിലൊരു അഭിഷേകമുണ്ട്.
അവന്റെ മേലേക്ക് പകരുന്നതാണ് ഈ കാണിക്കുന്നത്. ഏലീശയ്ക്കകത്ത പ്രാർത്ഥനയിൽ ദൈവം ജീവനെ പകർന്നു കൊടുത്തു. ആ ജീവൻ ഏലീശ ബാലന്റെ മേൽ പകരുക. നോക്കിക്കേ, അവന്റെ വായോട് വാ ചേർത്ത് വെച്ചു. നോക്കിക്കേ, അവന്റെ കണ്ണ് തമ്മിൽ ചേർത്ത് വെച്ചു. അവൻ നോക്കിക്കേ, അടുത്ത വാക്യം, അവന്റെ കൈകൾ തമ്മിൽ. ഇതിനെല്ലാം ബന്ധമുണ്ട് പ്രിയരെ. കണ്ണിന് ബന്ധമുണ്ട്, അറിയാവോ? കണ്ണിന് ബന്ധമുണ്ട്, വായ്ക്ക് ബന്ധമുണ്ട്. യേശു അവന്റെ ബൈബിളിൽ പറഞ്ഞു ജീവശ്വാസം ഊതി അകത്തിരിക്കുന്ന അനോയിന്റിങ്ങിന് റിലീസ് ആവുന്നുണ്ട്. യേശു പലപ്പോഴും കാണാൻ പറ്റും ലൂക്കോസിൽ അവരുടെ മേൽ ഊതി എന്നാ പറഞ്ഞത്. ഊതി കാണാൻ പറ്റുന്നുണ്ട് ലൂക്കോസിൽ. യേശു അവരുടെ മേൽ ഊതി. ആമേൻ. അടുത്തത് കൈക്ക് എന്നെ പ്രത്യേകത. മർക്കോസിൽ പറയുന്നു രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഒരു പകർച്ച നടക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. കൈകളും ശരീരത്തിൽ നിന്നൊരു പകർച്ചയുണ്ടാവും. മരിച്ചിടക്കുന്ന ഡെഡ് ബോഡിയാണ്. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു, പിന്നെയും കയറി അവന്റെ മേൽ കവർന്നു വീണു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. മരിച്ച ആള് പൊങ്ങി. അമ്മച്ചി എന്നാ പറഞ്ഞത്? എന്നെ ചതിക്കരുതേ എന്ന് പറഞ്ഞ അമ്മച്ചി ഞെട്ടി. എപ്പോഴും ഓർത്തോണേ, അവിശ്വാസം കൊണ്ട് നന്മ ബ്ലോക്ക് ചെയ്യരുതേ. അനാവശ്യമായ സംശയങ്ങളും ഭയങ്ങളും വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണം. ഇതാണ് മെച്യൂരിറ്റിയുടെ സൈൻ. ഇത് പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന കാര്യമാണ് ഇത് ഞാൻ പറയുന്നത്. ആ സഹോദരി എന്നെ ഓർത്ത് കുഞ്ഞുണ്ടായപ്പോൾ ഒരു പേടി, എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അത് എല്ലാവർക്കും വരുന്നതല്ലേ. പക്ഷെ ഈ സഹോദരിയുടെ മനസ്സിൽ ഇപ്പോഴും കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും ഭയം കയറി. എന്തോ സംഭവിക്കും, എന്തോ ഭയത്തെ ബ്രേക്ക് ചെയ്യണം. പ്രിയരെ, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് ഈ ഭയ ചിന്തകൾ മാറിപ്പോട്ടെ. ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, യുദ്ധം ചെയ്യുന്നത് പോലെ ഭയത്തെ പുറത്താക്കണം. യുദ്ധം ചെയ്യുന്നത് പോലെ. കേട്ട അടുത്ത വാക്യം, ഞാൻ ഏഹസിയെ വിളിച്ചു, ശുനേനേംകാരത്തിയെ വിളിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി. അനന്തരം ഏലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. നോക്കിക്കേ. അപ്പൊ ഏലീശയുടെ ചോദ്യം, ഏലീശേ എങ്ങനെയാ ഇത് നടക്കുന്നത്? ഉടനെ നമ്മൾ പറയും ഏലീശ എന്നാ ആളല്ലേ. ഏലീശ പറയും, പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ അതും പറഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരുന്നു. കണ്ടോ, ഞാൻ ഗിൽഗാലിലും കർമ്മേലിലുമായിരുന്നു. നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്തിട്ട് ആകെ 5 മിനിറ്റ് പ്രാർത്ഥിക്കും, 1 മിനിറ്റ് ബൈബിളും വായിക്കും. എന്നിട്ട് പറയും കർത്താവേ എന്നോട് മിണ്ടുന്നുമില്ല, കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നില്ല. ശിശുക്കളെ വചനമെന്ന മായമില്ലാത്ത പാൽ ആദ്യം കുടിക്ക്. ഒരു 100 വചനമൊക്കെ അങ്ങോട്ട് പറയിരുന്നുണ്ട്. എന്നിട്ട് ആ മെച്യൂരിറ്റിയോട്ട് കയറുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അന്യഭാഷയൊക്കെ പ്രാർത്ഥിക്കുമ്പം ബ്രദറെ 10 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ച ബ്രദറെ, അയ്യോ പാവം, പോരാ. ആ പ്രാർത്ഥന മുറിക്കകത്ത് തമ്പുരാൻ പറഞ്ഞു തരുന്നത്, മോനെ ഇങ്ങനെ ചെയ്യ്, കണ്ടോ, ഇങ്ങനെ ചെയ്യ്. ആ കൊച്ചിന്റെ മുകളിൽ കയറി കിടക്ക്. അവന്റെ വായോട് വാ ചേർത്ത് വെക്ക്, കൈയോട് കൈ ചേർത്ത് വെക്ക്, കണ്ണോട് കണ്ണ് ചേർത്ത് വെക്ക്. അങ്ങനെ ചെയ്ത് നീ അവനിലേക്ക് ജീവൻ വരും. ഹല്ലേലൂയ. ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. പത്രോസ്ലീഹ പറഞ്ഞു, ശിശുവായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ജനിച്ച ശിശുവിനെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളരണം. എബ്രായത്തിൽ പൗലോസ് പറഞ്ഞു, പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ പോരാ, കട്ടിയായ ആഹാരം എന്ത് ചെയ്യണം? കഴിക്കണം. കൊരിന്ത്യത്തിൽ പൗലോസ് പറഞ്ഞു വാക്യമുണ്ട്, പുരുഷനാകണം. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് കളയണം. പറഞ്ഞാട്ടെ, ശിശുവിനുള്ളത് ത്യജിക്കണമെന്ന് പറ. ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എൻ്റെ ആഗ്രഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബ്രദർ എനിക്ക് നിത്യതയിൽ പോണം, ഇതും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. എൻ്റെ പ്രിയരെ, നിത്യതയിൽ പോകണം. സത്യമാണ്, നിത്യത നമുക്ക് അവകാശമാണ്. ദൈവത്തെ നമുക്ക് കാണണം. ഈ ഭൂമിയിൽ അനേകരെ നേടാനുണ്ട്, അനേക ബന്ധിതരെ മോചിപ്പിക്കാനുണ്ട്. ഇവിടെ നിങ്ങളുടെ ഭവനത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശത്തിൽ ജീവിക്കേണ്ടതുണ്ട്. ലോകത്തിൽ വെളിച്ചമായി നിൽക്കേണ്ടതുണ്ട്. ഇതെല്ലാം കിടക്കുക. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഈ നിത്യജീവന്റെ പ്രസംഗം ഒരു പരിധിക്കപ്പുറം എപ്പോഴും പ്രസംഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ശിശുക്കൾ തന്നെയാണ്. ഞാൻ കുറ്റപ്പെടുത്തുവല്ല കേട്ടോ, ഇപ്പോഴും ശിശുക്കളാണ്. അപ്പൊ ബ്രദറെ, നിത്യജീവൻ ബ്രദർ എതിരാണോ? ഞങ്ങൾ നരകത്തിൽ പോകണം അല്ല പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, തൊട്ടുമുഴുത്ത വാക്യത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്ക് നോക്കിക്കേ. എബ്രായർ 5-ാം വാക്യത്തിൽ കണ്ടോ? ഈ വാക്ക് കണ്ടോ?
കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഭൂദാശകന്മാരേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളിപ്പാട് ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചിരിക്കുക. ആദ്യ പാഠങ്ങളെ തന്നെ പിന്നെയും പറയുക. കട്ടിയായ ആഹാരമല്ലത്, പാലത്രേ കുടിക്കുന്നത്. ഇപ്പോഴും എന്ത് ചെയ്യും? ആദ്യ പാഠവും പറഞ്ഞുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, നിത്യജീവൻ വേണ്ടേ, സ്വർഗത്തിൽ പോണ്ടേ, ഇതും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. അപ്പൊ വീടിനകത്ത് വിഷയം വന്നാലും അത് തമ്പുരാന്റെ ഇതമായിരിക്കും. ഇതുപോലെ പലതും സംഭവിക്കുന്നില്ലേ ഭവനത്തില്? അപ്പൊ ശുനേനയും കാര്യത്തിയെ പോലെ നമ്മളും പറയുമല്ലേ, എന്നാ ചെയ്യാനാ, ഞാൻ പേടിച്ചു തന്നെ വന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. എന്തുകൊണ്ട് എലീശയെ പോലെ എന്ത് ചെയ്യുന്നില്ല? ഡെലിവറൻസിലേക്ക് വരുന്നില്ല. മെച്യൂരിറ്റി. എലീശയും ശുനേനയും കാര്യത്തിൽ നമ്മളെ വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. നമ്മളിപ്പം ശുനേനയും കാര്യത്തിയെ പോലെ തന്നെ ഇരിക്കുക, പേടിച്ച് ഭയപ്പെട്ട്. എന്നാൽ എലീശയെ പോലെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വ്യക്തിയായിട്ട് മാറണമെങ്കിൽ പൗലോസ് പറയാ, പാല് കുടിച്ചുകൊണ്ടിരുന്നാ പോരാ, കുറച്ച് കട്ടിയായ ആഹാരമൊക്കെ കഴിക്കണം. അവിടെ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ള പ്രായം തികഞ്ഞവരായിത്തീരും. മനസ്സിലായോ? അപ്പൊ ഈ വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി ആയിരുന്ന ഒന്നും കിട്ടത്തില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവേശുവിൽ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായി വാഴ്ച നടത്തണമെങ്കിൽ മെച്യൂരിറ്റി വേണം. മെച്യൂരിറ്റി ലഭിക്കണമെങ്കിൽ വളർച്ച ആവശ്യമാണ്. വളരണമെങ്കിൽ കട്ടിയായ വചനങ്ങളെ കഴിക്കുകയും, നോക്കിക്കേ, വചനങ്ങളെ കഴിക്കുകയും നമുക്ക് എന്താവശ്യമാണ്? ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ഊഹാപോഹമൊക്കെ പോട്ടെ പ്രിയര്, ഊഹാപോഹം ഇപ്പോഴും ഞാൻ ബ്രദറെ, ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കാണുന്നുണ്ട് ബ്രദറെ, ഒന്ന് വ്യാഖ്യാനിക്കാവോ, ഞാൻ ഓടിക്കും. എത്ര വർഷമായി വിശ്വാസി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാനൊരു സ്വപ്നം കൊണ്ട് ബ്രദർ ഒന്ന് വ്യാഖ്യാനം. ഒരു സഹോദരി എപ്പോഴും ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് എന്തി അതെ കൂടത്തില്ല. റേഞ്ച് ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, റേഞ്ചേ ഇല്ല. കൊച്ചിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? ഉണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും കയറുന്നുണ്ടോ? ഉണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിന്റെ റേഞ്ച് ഇല്ലേ? അത് ബ്രദറെ, ഞങ്ങളെ വീടിന്റെ ടറസിൽ കയറുന്നുണ്ട് കൊച്ചിന്റെ ഓൺലൈൻ ക്ലാസ്. അതുകൊണ്ടുകൊണ്ട് ടറസിൽ കയറി പ്രാർത്ഥനയാക്കാത്തത് കണ്ട. ഒരു സ്വപ്നം കണ്ട് ഒന്ന് വ്യാഖ്യാനിക്കാവോ? ഞാൻ പറയില്ല. സ്വപ്നം കാണിച്ച തമ്പുരാനോട് ചോദിക്ക്, കർത്താവേ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തണം. കണ്ടോ? ഇനി ചിലപ്പോൾ ദൈവം പലപ്പോഴും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെ തമ്പുരാൻ വെളിപ്പെടുത്താറുണ്ട് അല്ലേ? പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ആ ദൈവത്തിന് ആവശ്യമെങ്കിൽ തമ്പുരാൻ ചെയ്യുന്നേ. വളരണ്ടരെ, ഞാൻ എന്നോട് തന്നെ പറയുക കേട്ടോ, എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഏതെങ്കിലും പ്രവാചകൻ വരുന്നത് തലേക്കയൊക്കെ നോക്കിയിരിക്കുവാണ് നമ്മൾ. നോക്കിക്കേ, പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു തരും സ്വഭാവം. ശുനേനയും കാര്യത്തില് വീടിന്റെ അകത്ത് നടക്കാൻ പോകുന്ന മിറക്കിൾ എങ്ങനെയാണ്, എന്റെ കൂടെ പറഞ്ഞോട്ടെ, എങ്ങനെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, എങ്ങനെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങളുടെ ഭവനത്തിൽ എന്തുകൊണ്ടാണ് ഈ മാറ്റം വരാത്തതിന്റെ കാരണം തമ്പുരാൻ അറിയാം. അകത്ത മനുഷ്യനറിയാം. ഈ പുള്ളിക്ക് പറഞ്ഞു തരാൻ അറിയാൻ പറ്റുന്നില്ല. ഈ പുള്ളി ഒന്ന് വളർത്തു. നിങ്ങള് ഞായറാഴ്ച പള്ളി പോക്ക് മാത്രമാക്കാതെ കുറച്ചുകൂടെ കൂട്ടിയാൽ ഈ പുള്ളി പറഞ്ഞു തരും. മോനെ, ഇതേ കർത്താവ് പറയുന്നു കേട്ടോ, ഇത് ഇങ്ങനെ കിടക്ക്, ആ ചാടി കൊച്ചിന്റെ മുകളിൽ കിടക്കുക, കൊച്ചി ഇപ്പൊ ജീവിക്കാൻ പോകും, ഇങ്ങനെ പറഞ്ഞു തരും ദൈവം. ഇന്നതുപോലെ ചെയ്യാൻ പറഞ്ഞു തരും. ഇന്നത് ചെയ്താൽ അത് വിടുതൽ ഉണ്ടാകും. ദൈവം പറഞ്ഞു തരും. സ്പിരിച്വൽ മെച്യൂരിറ്റി. ആദ്യം എന്ത് ചെയ്യണം? പാല് കുടിക്കണം. 2 കട്ടിയായ ആഹാരം. ആദ്യ പാഠങ്ങളെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങൾ. ചിലർ എപ്പോഴും പറഞ്ഞു, എന്നോട് പറയും, ബ്രദർ എന്തുകൊണ്ടാണ് ഈ നിത്യനോട് എപ്പോഴും പറഞ്ഞ പരാതി, ബ്രദർ എന്തുകൊണ്ടാണ് ഈ നിത്യതയൊന്നും പ്രസംഗിക്കാത്തത്? ഞാൻ പറയും, സഹോദര, എല്ലാ ദിവസവും നിത്യത പ്രസംഗിക്കാനല്ല, നിത്യത പോകാനുള്ളവരാ ഞങ്ങള്. ഈ ഭൂമിയിൽ ഒരുങ്ങണ്ടേ നമ്മള്? ഭൂമിയിൽ വിശ്വാസത്തെ, ബൈബിൾ യേശു പറഞ്ഞു, ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുവാൻ സംശയിക്കുന്ന കർത്താവ് പറഞ്ഞത്. ഇവിടെ വളരണ്ടേ? ഇവിടെ മെച്യൂരിറ്റി ഉണ്ടല്ലേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ കരയുന്നവർ അവിടെ പോലെ എന്ത് ചെയ്യും? അവിടെയും കരഞ്ഞുകൊണ്ടിരിക്കും. ഗുണമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾക്ക് മിഷൻ വലുതാ പ്രിയരെ. നമ്മൾ ഇട്ടാവട്ടത്ത് കറങ്ങേണ്ടവരല്ല, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയെ നേടേണ്ടവരാ നമ്മള്. കുടുംബത്തിന്റെ അകത്ത് ആദ്യം അത്ഭുതം നടക്കണ്ടേ? ആണോ അല്ലേ? പറ. എന്റെ കൂടെ പറഞ്ഞാൽ എന്റെ കുടുംബത്തിലല്ലേ ആദ്യത്തെ അത്ഭുതം എന്ന് പറ. ചിലര് പറയും ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി, എന്റെ കുടുംബം പോയി, ജീവിതം പോയി, എന്തെങ്കിലും ഞാൻ. അങ്ങനെയല്ല. ആദ്യ സാക്ഷി നമ്മുടെ കുടുംബത്തിലാ. യേശുവിന്റെ ചരിത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. യഹൂദന്റെ പശ്ചാത്തല പ്രകാരം പലരും പറയും, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു 30-ാം വയസ്സിൽ ശുശ്രൂഷിച്ചത്? കർത്താവിന് 18-ാം വയസ്സിൽ ഇറങ്ങാൻ മേലായിരുന്നു. പറ്റത്തില്ല.
3 സാക്ഷ്യം യഹൂദന്റെ ജീവിതത്തിൽ വേണം. 1 കുടുംബത്തിലെ സാക്ഷ്യം, 2 സമൂഹത്തിന്റെ സാക്ഷ്യം, 3 പള്ളിയിലെ സാക്ഷ്യം, പുരോഹിതന്റെ സാക്ഷ്യം. ഈ 3 സാക്ഷ്യങ്ങൾ യഹൂദനായ ഒരു വ്യക്തിക്ക് വേണം. അവിടുത്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 30-ാം വയസ്സാണ് മെച്യൂരിറ്റി. നോക്കിയേ, ഈ പ്രായത്തിൽ ബൈബിൾ യേശു ശുശ്രൂഷിക്കുമ്പോഴേക്ക് ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല യേശു ആണോ എന്ന് പറഞ്ഞില്ല. ബൈബിൾ പറയുന്നത് തച്ചന്റെ മകൻ എന്ന് പറഞ്ഞത്. യേശു എന്ത് ചെയ്തു? അവിടെ കുടുംബത്തെ സഹായിച്ചു. കുടുംബത്തിൽ സാക്ഷ്യമുണ്ടായിരുന്നു. പള്ളിയിൽ ആരും പറഞ്ഞില്ല യേശു ആണോ എന്ന് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ പോലും സമൂഹത്തിൽ ഇറങ്ങിയപ്പോഴേക്ക് ആരും കുറ്റം പറഞ്ഞില്ല യേശുവിനെ. 3 സാക്ഷ്യം യേശു നേടി. കണ്ടോ? അപ്പൊ കുടുംബത്തിൽ നമ്മൾ സാക്ഷ്യം വേണം. നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം വേണം. ബൈബിൾ പറയുന്ന, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിൽ ഉണ്ടാകും. വീട്ടിലുണ്ടാകും. കണ്ടോ? വീട്ടിലുണ്ടാകും. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടാകും. എൻ്റെ ഭവനത്തിലാണ് ആദ്യം അത്ഭുതം ഉണ്ടാകേണ്ടത്. അതിന് എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന ഉയരണം. മെച്യൂരിറ്റി. എനിക്കിത് കുറച്ചും കൂടെ എങ്ങനെ പറഞ്ഞു പോകണമെന്നുണ്ട്. നമുക്ക് സമയമുണ്ടോ നിങ്ങൾക്ക്? സമയം പറഞ്ഞോണ്ടല്ലോ കേട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏഡൻ തോട്ടത്തിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഇതിന്റെ ഈ രക്ഷിക്കപ്പെട്ടതിന്റെ സിമ്പൽ ഞാൻ പറഞ്ഞുതരാം. ഏഡൻ തോട്ടത്തിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ച സമയത്ത് കുഞ്ഞാദമല്ലായിരുന്നു, മെച്യൂരിറ്റി ഉള്ള ആദമ. കാര്യം ആദം ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ പോലെ ഇള്ള എന്ന് പറഞ്ഞ് കരഞ്ഞില്ല. കമ്മ്യൂണിക്കേഷൻ നടന്നു. നോക്കിക്ക്, അവൻ നിലത്ത് പൊടി കൊണ്ടൊരു ചേറുണ്ടാക്കി മനുഷ്യരുടെ മൂക്കിൽ ജീവശ്വാസം ഒരു ജീവനുള്ള ജേഗായി തീർന്നു. അവിടെ സംസാരിക്കുകയാണ്. നോക്കിക്ക്, ആ വാരിയലിന്റെ അകത്തൊന്നും ഒരു സ്ത്രീയെ നിർമ്മിച്ചപ്പോഴും കുഞ്ഞല്ല, വലിയ ആളാ. ഇവർ തമ്മിൽ സംസാരിക്കുന്നു. നോക്കി, അപ്പൊ മെച്യൂരിറ്റി ഉള്ള ഒരാളാക്കിയ തമ്പുരാൻ മാറ്റിയത്. പക്ഷേ ആദത്തിന് മെച്യൂരിറ്റി ഇല്ലായിരുന്നു. എബ്രായ ലേഖനം പറയുന്നു, നന്മ തിന്മകളെ പറ്റി തിരിച്ചറിയുവാനുള്ള തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിശാശ് വന്ന് പറഞ്ഞപ്പോഴേക്കും പുറകെ പോയത്. തിന്നുന്നാൾ നീ മരിക്കുമെന്നാണ് പറഞ്ഞത്, നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷം. പക്ഷെ പുള്ളിക്ക് മെച്യൂരിറ്റി ഇല്ലായിരുന്നു. ഇത് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാം ഉണ്ട്, പക്ഷെ പിശാശ് പറയുന്നതും ദൈവം പറയുന്നതും തമ്മിൽ വിവേചിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? വിവേചിക്കണം. ദൈവത്തിൽ നിന്നുള്ളത് ഏത്, പിശാശ് എന്നുള്ളത് ഏത്. ഭയം വരുമ്പോൾ ഓർത്തം ദൈവത്തിൽ നിന്നല്ല. എൻ്റെ മനസ്സ് പറയുന്ന, ബ്രദറെ, വലിയ ദുരന്തം വരാൻ വേണ്ടി രക്തം പറയരുതേ, ഇത് ദൈവത്തിൽ നിന്നല്ല. ദൈവം ദുരന്തം തരുന്ന ദൈവമാണെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയത്തില്ലായിരുന്നു, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. ക്ലെയിം ചെയ്തെടുക്കണം. ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയണം. കമ്മ്യൂണിക്കേഷന് വേണ്ടി വേർതിരിച്ചിരിക്കണം. നോക്കി, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാവേ. നോക്കി, ഇവിടെ ഏലീഷ ചെയ്തൊരു കാര്യം, ഏലീഷ ചെയ്ത കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ. ഏലീഷ താനും ബാലനും, 33-ാമത്തെ വാക്യമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 33 വാക്യം. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവർ വാതിലടച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ചിന്ത എന്തുവാ? മുറിയെല്ലാം അടച്ചിട്ടുണ്ട്. കർത്താവ്, എൻ്റെ കൊച്ചിൻ്റെ വിഷയം, എൻ്റെ ഭർത്താവിൻ്റെ വിഷയം, എൻ്റെ മകളുടെ വിഷയം, എൻ്റെ ജോലി വിഷയം, ഇതെല്ലാം പറഞ്ഞ് കരഞ്ഞിട്ട് വാല് തുറക്കും, ഇറങ്ങിപ്പോ. ഇതാണ് യേശു ഉദ്ദേശിച്ചെന്നാണ് നമ്മുടെ ചിന്തയിൽ. ഇത് കറക്റ്റ് നോക്കിക്കേ. ഇതാണ് യേശു പറഞ്ഞ പ്രാർത്ഥന. വാതിലടച്ച് ആരുമില്ലാതെ രഹസ്യമായിട്ടിരിക്കുക. ഹേഗസിക്ക് അറിയത്തില്ല എന്തുവാ എലീശ പ്രാർത്ഥിക്കുന്നത്. ശുനേനങ്കാർത്തി സ്ത്രീക്ക് അറിയത്തില്ല എലീശ എന്താ പറയുന്നത്. രഹസ്യമായിട്ട് വാതിൽ, ഇതാണ് വാതിലടക്കി, രഹസ്യം, സീക്രട്ട് പ്രയർ. ഇവിടെയാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. യഹോവയോട് സംസാരിച്ചു എന്നല്ല പറഞ്ഞേക്കുന്നത്, യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയോട് പ്രാർത്ഥിക്കുക. യഹോവയെ, ഞാൻ എന്നാ ചെയ്യണം? കർത്താവ് പറഞ്ഞല്ലോ കുഞ്ഞിനെ കൊടുക്കുമെന്ന്, പക്ഷേ ഇവിടെ മരിച്ചു, എന്നാ സൊല്യൂഷൻ? കണ്ടോ, യഹോവ സംസാരിച്ചു. അവിടെ എന്താ സംസാരിച്ചെന്ന് കേൾക്കുന്നില്ല നമ്മൾ, പക്ഷെ റിസൾട്ട് കാണാൻ പറ്റി. ഹല്ലേലൂയ. കണ്ടോ പ്രിയരെ, പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ചു നേരം ദൈവത്തിൽ നിന്ന് കേൾക്കണേ. വചനമെല്ലാം പറഞ്ഞിട്ട് അന്യഭാഷയെ കഴിഞ്ഞിട്ട് ഓടിപ്പോകാതെ അവിടെ ഇരുന്നേ കുറച്ചു നേരം. ഒന്ന് പറഞ്ഞ, കർത്താവേ ഞാൻ റെഡിയാ കേട്ടോ, എന്നാ ചെയ്യേണ്ടത്? ഇരിക്കണം. അവിടുന്ന് സംസാരിക്കൂ.
അയ്യോ ജീസസ് സൊല്യൂഷൻ പറഞ്ഞു തരും. സൊല്യൂഷൻ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ആഹാ ഇതായിരുന്നു വിഷയം അല്ലേ. കണ്ടോ, ഈ ലെവലിലേക്ക് നിങ്ങൾ കയറണം. ഈസിയാണ്, വളരെ ഈസിയാണ്. വചനം ഭക്ഷിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. വചനം ഭക്ഷിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷ വരവില്ലെങ്കിൽ ആഗ്രഹിക്കണം. ഇപ്പൊ അന്യഭാഷ ഇല്ലെങ്കിലും വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. അന്യഭാഷ വേണം, പ്രാർത്ഥിക്കണം, വചനം പറയണം, പ്രാർത്ഥിക്കണം, വചനം പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുറിക്കകത്തിരുന്നു കൊണ്ട് ദൈവമേ എന്നോട് കാര്യമൊന്ന് പറയണമേ. അപ്പം നിങ്ങളുടെ അകത്ത മനുഷ്യന് മെച്യൂരിറ്റിയിൽ വരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ശ്രദ്ധിച്ചോണേ, അകത്ത മനുഷ്യന്റെ മെച്യൂരിറ്റിയാണ്. അതാണ് ശിശു എന്നൊരു പദം അവിടെ കൊടുത്തേക്കുന്നത്. ശിശുവിൻ്റെ പ്രത്യേകത, ശിശു എന്ന് പറഞ്ഞാൽ ശിശുവിന്റെ പ്രത്യേകത എല്ലാം പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, തോക്ക് കൊടുത്താലും ശിശു വായി വെക്കും, ബോംബ് കൊടുത്താലും വായി വെക്കും, ചോറ് കൊടുത്താലും വായി വെക്കും, പാൽ കൊടുത്താലും വായി വെക്കും. പക്ഷെ മെച്യൂരിറ്റി കൊണ്ട ഒരു ആൾക്ക് കൊടുത്താൽ, തോക്ക് കൊടുത്താൽ വായി വെക്കത്തില്ല, വിഷം കൊടുത്താൽ വായി വെക്കത്തില്ല. അതിനെ തിരിച്ചറിയും, വിവേചിക്കും. കണ്ടോ, ഇതിനാണ് മെച്യൂരിറ്റി. വചനം അകത്ത് കയറുമ്പോൾ അകത്ത മനുഷ്യൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ അകത്ത മനുഷ്യന്റെ ഹെൽപ്പ് കിട്ടുന്നില്ല, ഈ പുള്ളി തന്നെ കുഞ്ഞാ. അകത്ത മനുഷ്യൻ മനസ്സിനെയും ശരീരത്തെയും ഹെൽപ്പ് ചെയ്യുന്നില്ല, സ്റ്റക്കായിരിക്കുന്നു. ഈ വ്യക്തി വളരാതെ പുറമെയുള്ള മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്സസ് കിട്ടുന്നില്ല. ഇത് കുഞ്ഞാണ്, ഇതിനെ ചോദിച്ചോണ്ട് ഇപ്പൊ നമ്മൾ നടക്കുക. രക്ഷിക്കപ്പെട്ട എത്ര വർഷം? 25 വർഷം ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. എന്നിട്ട് എന്നാ പറ്റി? അങ്ങനെ തന്നെ ഇരിക്കുക. കാര്യം ഇപ്പോഴും കുഞ്ഞാണ്, വളർച്ചയില്ല, മുരടിച്ചു പോയി. പ്രിയരെ, വളരണ്ടേ, വചനം പറയണ്ടേ, പ്രാർത്ഥിക്കണ്ടേ. അപ്പൊ എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ? കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ വിഷയങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന, പകരം ദൈവവുമായിട്ടുള്ള ബന്ധവും കമ്മ്യൂണിക്കേഷനുമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. എത്ര പേർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി? മനസ്സിലായി. ആമേൻ. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യണം? ഇനി മുതൽ നിങ്ങളുടെ വിഷയങ്ങളെ ഒരു ദിവസം, മാസത്തിൽ ഒന്ന്, ഞാൻ ശീലിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചനം പറയാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും ഒരു സമയം, എനിക്ക് ബിസി ഷെഡ്യൂളാണ്, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും തിരക്കുള്ളവരാ. 15 മിനിറ്റ് ദിവസവും മാറ്റിവെക്കും വചനം പറയാനും പ്രാർത്ഥിക്കാനും. ഒരു 10 മിനിറ്റ് എങ്ങനെയെങ്കിലും രാത്രിയിലോ പകലോ കിടക്കുന്നതിന് മുമ്പോ ഇതിനെല്ലാത്തിനും മുമ്പ് ഒരു വചനം പറയണം. ദൈവത്തിൽ നിന്നൊന്ന് കേൾക്കാൻ 1 മിനിറ്റ് ഇരിക്കണം. ഉറങ്ങി വീണോട്ടെ കുഴപ്പമില്ല, ഇരുന്നേ ദൈവം എന്നോടത് സംസാരിക്കണം. നമ്മൾ വളരുന്നതനുസരിച്ച്, മെച്യൂരിറ്റി വരുന്നതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വരും. ജീസസ് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റിയിലേക്ക് വരും. ഈ ദിവസങ്ങളിൽ ഒന്ന് നോക്കിക്കേ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശുനേനങ്കാരത്തെ പോലെ ഭയവേദ അനുഗ്രഹവനം തിരിച്ചറിയാൻ മേലാതെ ഉള്ളതും കൂടെ പോകും. യേശു പറഞ്ഞല്ലോ, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോകും. ഇതാണ് മനസ്സിലായോ? ശുനേനങ്കാരത്തിൽ ഇപ്പം ഞാൻ ചിന്തിക്കുക, പ്രവാചകൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ, പ്രവാചകൻ അവിടെ നിന്ന് ഒരു 500 കിലോമീറ്റർ അന്നത്തെ ദിവസം ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചേനെ? ഒന്ന് പറ, എന്നാ സംഭവിച്ചേനെ? ഇവിടെ കിടക്കും. ആ ഭർത്താവ് കൊച്ചിനെ അടക്കം ചെയ്യും, അത്രയേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. കണ്ടോ? അപ്പൊ ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരുത്തിന് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? കൊച്ചു ഉയർത്തു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വളരണ്ടേ? 10-20 വർഷമായിട്ട് അവിടെ തന്നെ ഇരിക്കുമല്ലേ, വല്ലോ മാറ്റമുണ്ടോ? ഇല്ല ബ്രദറെ, ഇപ്പോഴും വീട്ടിൽ ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരണ്ടേ? മെച്യൂരിറ്റിയിലോട്ട് വരുന്നില്ല, നമ്മൾ സ്റ്റക്കായിരിക്കുന്നു. ഒന്ന് ഞാൻ പറയാം, അന്തരീക്ഷമില്ല. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ വളരാൻ പറ്റുന്ന അന്തരീക്ഷമില്ലെങ്കിൽ നിങ്ങൾ വളർച്ച മുരടിക്കും, വളരാൻ കഴിയാതെ സ്റ്റക്കായി പോകും നിങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൃദയം കഠിനപ്പെട്ടു പോകുന്നത്. എല്ലാത്തിനെയും വിമർശിക്കാനും ദേഷ്യവും അരിശവും സങ്കടവും പകയെല്ലാം ഹൃദയകാഠിന്യ നിമിത്തം ഉണ്ടാകുന്നതാണ്. മെച്യൂരിറ്റി നഷ്ടപ്പെട്ട് മുരടിപ്പുണ്ടാകുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. നമ്മുടെ ഫീലിങ്സ് മൊത്തം വെറുപ്പായി മാറും. അതാണ് വിശ്വാസ ജീവിതത്തിൽ നിന്ന് പലരെയും വിമർശിക്കാനും ദേഷ്യവും അരിശവും ഒക്കെ വരാൻ കാരണം. നമ്മുടെ അകത്ത മനുഷ്യൻ കെട്ടുപോകുന്നു, മുരടിച്ചു പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശുവേ നന്ദി. ഈ സമയത്ത് ഇന്ന് കർത്താവിൽ എനിക്ക് വളരുവാൻ ആഗ്രഹമുള്ളവർ, ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവായ യേശുവിൽ എന്ന് വിശ്വസിക്കുന്നവർ,
എൻ്റെ കൂടെ ഇന്ന് എനിക്ക് കർത്താവുമായി കൂടുതലൊരു ബന്ധം വേണം. എനിക്ക് ഇന്ന് ആ എലീശയെ പോലൊരു ഗിൽഗാൽ എനിക്ക് ആവശ്യമാണ്. ഒരു എന്താ പറയുന്നത്, ഒരു കർമ്മേൽ എനിക്ക് ആവശ്യമാണ്. യേശുവേ നന്ദി. ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പൊ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയവരെ, ശിശുവായി ജനിച്ചവരെ ഇവിടെ കൊണ്ട് നിൽക്കരുത്. യേശു ക്രിസ്തു അതേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ശിഷ്യന്മാർ ആത്മാവിൽ പറഞ്ഞു, ശിശുവായിരിക്കുന്നിടത്തോളം കാലം കാര്യമൊന്നുമില്ല, വളരണം, മെച്യൂരിറ്റി വേണം. നിക്കോദീമോസിനോട് ഇത് പറഞ്ഞിട്ട് തന്നെ മനസ്സിലാകുന്നില്ല അവർക്ക്. ശിഷ്യന്മാർക്ക് ശിശുവിനെ പറ്റി പറഞ്ഞിട്ട് പോലും വാ വിളിച്ച് നിൽക്കുക അവര്. പിന്നെ കർത്താവ് മെച്യൂരിറ്റി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ഈ ഭൂമിയിലെ കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നിക്കോദീമോസേ? അടുത്ത സ്റ്റെപ്പ് കിടക്കുക. സ്വർഗത്തിലെ പൗരത്വം വരുന്നുണ്ട്, സ്വർഗീയ സ്ഥലത്ത് ഇരുത്തുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അനുഗ്രഹിക്കപ്പെടാൻ നിൽക്കുന്നവരല്ലെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അതാണ് നമ്മളിപ്പോഴും വിശ്വാസി വന്നിട്ട് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ തരണേ, കിട്ടണേ, ലഭിക്കണവേ, വരണേ ഇതൊക്കെ പറയുന്ന അവകാശിയെ പോലെ സംസാരിക്കുക. എൻ്റെ കുടുംബത്തിൽ കയറണ്ട, ശക്തമായി റെസിസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ഈ സമയത്ത് വേദനകളാൽ ഭാരപ്പെടുന്നവരെന്ന് കൈവച്ച് ഇന്ന് അത്ഭുതവാ. ഇന്ന് മുഴകൾ അപ്രതീക്ഷമായി പോകാൻ വേണ്ടി പോവാ, നീര് വറ്റിപ്പോകാൻ വേണ്ടി പോവാ. എൻ്റെ കൂടെ ആ വചനം എന്ന് പറഞ്ഞ് കർത്താവായ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ വേദനയുള്ളവരെല്ലാം കൈവച്ച്, നടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുവെങ്കിൽ ഒന്ന് പറഞ്ഞ്, എനിക്ക് നടന്നേ പറ്റത്തുള്ളൂ, യേശു ജീവിക്കുന്നു. കിടക്കാനല്ല വിളിച്ചിരിക്കുന്നത്, കിടക്ക എടുത്ത് നടക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. മുട്ടുവേദനയാണ്, നടുവേദനയാണ്, തലവേദനയാന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി അല്ല പ്രിയരെ. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി ഈ മൈൻഡിലോട്ട് കയറി. അതാണ് വിശ്വസിക്കുന്നവർ പറയണം, ഞാൻ ആരാണ്? എൻ്റെ പഞ്ചായത്തിൽ കിടക്കേണ്ട ആളല്ല ഞാൻ, സുവിശേഷവുമായിട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് ഞങ്ങള്. കണ്ടോ? യേശുവേ നന്ദി. നിങ്ങൾക്കറിയോ, ഞാൻ ഇപ്പം ഇരിക്കുന്ന രാജ്യം, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത രാജ്യമാണ് ഈ രാജ്യം. ഏറ്റവും കൂടുതൽ സുവിശേഷകർ ലോകമെമ്പാടും പോയ ആൾക്കാരാണ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള ആളുകൾക്ക് വേണേ പുറച്ചു മൂടി കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അവരുടെ മനസ്സിൻ്റെ അകത്തൊരു വിശ്വാസമാണ്, ഞങ്ങൾ കിടക്കേണ്ടവരല്ല, ഞങ്ങൾ ഇവിടെ കിടന്ന് ഒതുങ്ങേണ്ടവരല്ല, പോയി സുവിശേഷം അറിയിക്കേണ്ടവരാ. ലോകം മുഴുവൻ സഞ്ചരിച്ചു. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒരു റൊട്ടി കൊടുത്തുമ്പോൾ ഗോതമ്പൊടി കൊടുത്തും പറ്റിച്ച ആൾക്കാരെ മാറ്റിയത്. എൻ്റെ പ്രിയർ, അങ്ങനെയൊക്കെ ആരെങ്കിലും മാറുമോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് കുറേ നാൾ ഗോതമ്പൊടിയും മുട്ടുപൊടിയും നിന്ന ആരെങ്കിലും മാറുമോ? ഇല്ല. അവർ യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങളെ അടിച്ചു, കെട്ടുകളെ പൊട്ടിച്ചു, ജനങ്ങളെ വിടിവിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ വിളി ഇട്ടാവട്ടം കിടന്ന് കറങ്ങേണ്ടവരല്ല, അനേകരെ നേടണം. അങ്ങനെ വന്നവരാണ് മിഷണറിമാർ. ഇന്നും മിഷണറിമാരുണ്ട്. ഞാൻ റെയ്നാൻ ബോങ്കയുടെ, അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, റെയിൻഹാർഡ് ബോങ്കയുടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. റെയ്നാൻ ബോങ്കയുടെ പിതാവ് അല്ലെ വല്യപ്പച്ചൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന രോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ വേദന കൊണ്ടുള്ള നിലവിളി ദേശക്കാർക്കെല്ലാം കേൾക്കായിരുന്നു. അതികഠിനമായ രോഗത്താൽ ഭാരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു റെയ്നാൻ ബോങ്കയുടെ ഗ്രാൻഡ് ഫാദർ. അവിടെയുള്ള സകല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഗ്രാൻഡ് ഫാദറിന്റെ രോഗം മാറുന്നില്ല. ആ സമയത്ത് അവരൊരു കാടിന്റെ അടുത്താണ് ഇവരുടെ വീട്, കൺട്രി സൈഡ് പോലെ. അപ്പൊ പലപ്പോഴും ആളുകൾ അവിടെ വഴിതെറ്റി വരാറുണ്ട്. ആ സമയത്ത് അമേരിക്കയിൽ നിന്ന് വഴിതെറ്റി കുറച്ച് ആൾക്കാർ ആ കാട്ടിനുള്ളിൽ വന്നു. നാട്ടുകാരുടെ അടുക്കലേക്ക് വന്ന ആദ്യത്തെ ചോദ്യമാണ്, അവിടുത്തെ വന്ന ആ അമേരിക്കയിൽ നിന്ന് വഴിതെറ്റി വന്ന ആൾക്കാർ ചോദിക്കുക, ഇവിടെ ഏതെങ്കിലും രോഗികളുണ്ട്? ആൾക്കാർ വിചിത്രമായി നോക്കി ഈ ഒരു ചോദ്യം. സാധാരണ വഴിതെറ്റി വരുന്നവർ ആദ്യ ചോദ്യം എന്നറിയാം, തിരിച്ച് ഞങ്ങൾക്ക് പോകാൻ വഴി കാണിക്കണം, ഒരു അഭയസ്ഥാനം വേണം, ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ ഒരു മാപ്പ് തരണം. ആദ്യത്തെ ചോദ്യം, ഇവിടെ ഏതെങ്കിലും രോഗിയുണ്ടോ? കേട്ടപാടി കേൾക്കാത്ത നാട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാവരും ഭയപ്പെടുന്ന, നിലവിളിക്കുന്ന, വേദന കൊണ്ട് നിൽക്കുന്ന ഒരു പിതാവ് ഈ ഭാഗത്തുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാവോ? അവർ നേരെ പോയി അവിടെ ചെന്നു, റെയ്നാൻ ബോങ്കയുടെ വീട്ടിൽ ചെന്നു, എല്ലാവരെയും പുറത്താക്കി വാതിലടച്ചു, അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് റെയ്നാൻ ബോങ്ക പറയുക, അന്നു മുതൽ ആ പിതാവിൻ്റെ മാരക രോഗം സൗഖ്യമായി. മറ്റാരുമല്ല, അമേരിക്കയിൽ വന്ന മിഷണറിമാരായിരുന്നു. കണ്ടോ? റൊട്ടിപ്പൊടി കൊടുത്ത് മാറ്റിയതൊന്നുമല്ല, അവർ ഗോതമ്പ് കൊടുത്ത് മാറ്റുന്നതുമല്ല. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തവരാണ് കർത്താവിൻ്റെ മിഷണറിമാർ. റെയ്നാൻ ബോങ്ക പറയുക, ആർക്കും ചെയ്യാൻ പറ്റാത്തതിനെ അവർ ചെയ്തു. അവരാണ് മിഷണറിമാർ. ഇപ്പം മനസ്സിലായോ? അവർ വെറുതെ വരുന്നവരല്ല, ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്നവരാണ് നിങ്ങൾ ഓരോ മിഷണറിമാരും. ദൈവത്തിന്റെ മിഷണറിമാരാണ്. അങ്ങനെ ഇരിക്കേണ്ടവരല്ല, പക്ഷെ മെച്യൂരിറ്റിയിലേക്ക് കയറുക നിങ്ങൾ.
ആ പഞ്ചായത്തിൽ ഇപ്പോഴും ഒതുങ്ങുന്നുണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. ഇന്നും ബ്രദർ, എൻ്റെ ഭവനത്തിൽ ഞാൻ അവിടെ ഒരു റൗണ്ട് കിടക്കുക. വളരണമെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ വേർതിരിച്ചിരിക്കണം. വളരും നിങ്ങൾ. നന്ദി യേശുവേ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആ രോഗബന്ധനം അഴിയുമെന്ന്. ഇന്ന് ആ പൈശാചിക ശക്തികൾ ഇറങ്ങും ശരീരത്തിൽ നിന്ന്. ഇന്ന് കർത്താവിന്റെ അത്ഭുതം നിറയും ശരീരത്തിന് മേൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധ-ആത്മാവിനാൽ തീ കത്തും ശരീരത്തിന്റെ മേൽ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ അമിത ബലം വ്യാപരിക്കുക, അമിത ബലം വ്യാപരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. ഞാനൊരു കാര്യം പറയുവാണ്, നിങ്ങളൊരു സാധാരണ പ്രാർത്ഥനയിൽ വരുന്നത് പോലെ ട്രിവാൻഡ്രത്തും കണ്ണൂരും തൊടുപുഴ നമുക്ക് കൃപയാൽ ഹോൾ റെഡിയായി. ഏപ്രിൽ മാസം 10 തൊടുപുഴ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഹോളിൻ ഡീറ്റെയിൽസുകൾ നാളെ 2 ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. തൊടുപുഴയിൽ 10 അപ്പൊ കോട്ടയത്തും എറണാകുളത്തും മറ്റു ഭാഗത്തും ഒക്കെ ഉള്ളവരെ വിശാലമായൊരു ഹോളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ലപോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന്റെ ചുറ്റുവട്ടമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാഗതം. വീട്ടിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല ബ്രദറെ, വീട്ടിലിരുന്ന് തന്നെ ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നു. ഇനി കർത്താവിൽ നിന്ന് വല്ലതും നേടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് നടക്കുന്നവർക്ക് പോരാം. വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആദ്യത്തെ പ്രാർത്ഥന. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ കർത്താവിന്റെ വചനം വരേണ്ടത് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാവിൽ പോരാടണം. എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാര്യം? അവിടെ വന്ന് പൗലോസിന്റെ കഥ പറയാതെ കർത്താവിൽ നിന്ന് കേട്ടത് പറയണം. വരുന്ന ഓരോ വ്യക്തിയും അവിടെ ശുശ്രൂഷിക്കുന്ന, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, അവിടെ വരുമ്പോൾ ബ്രദറിന് ഞങ്ങളോട് പറയുവാൻ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ആലോചനയെ കൊടുത്തു വിടണേ. ഒന്ന് പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ. ഞങ്ങൾക്ക് വേണ്ടത് ബ്രദറിനോട് സംസാരിക്കണമേ. വെറുതെ വരരുതേ, വെറുതെ വരരുതേ. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് തരുക. കണ്ടോ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവേ ഞങ്ങൾക്കുള്ളത് കൊടുത്തുവിടണേ അപ്പ. ഞാൻ പറഞ്ഞില്ലേ, പൗലോസിന്റെ മുമ്പിൽ ഇരുന്ന മുടന്തനെ നോക്കിയിട്ട് പൗലോസിന് പറയാൻ തോന്നി, അവന് സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് കാലൂന്നി എണീക്കാൻ പറഞ്ഞു പൗലോസിനുള്ളിൽ തോന്നുക, ആരോ പറയുക. ആരാ പറയിപ്പിച്ചെന്നറിയാവോ? ആ ഇരുന്നവൻ പറയിപ്പിക്കുക. അവൻ ഞെളിവിരി കൊള്ളുവല്ലായിരുന്നു, അവൻ വാച്ച് നോക്കിയിരിക്കുമല്ലോ, ഇപ്പൊ പ്രസംഗം തീരും. ഇപ്പൊ ഇതല്ല, പൗലോസിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുക, ജന്മനാ മുടന്തനായവൻ ഞാൻ ചിന്തിക്കുക, യേശുവിനെ പറ്റി കേട്ടവൻ എണീക്കാൻ ശ്രമിക്കുമായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ഉറങ്ങുമല്ല, അവൻ ആ മുടന്നും വെച്ചുകൊണ്ട് തിരിയുകയും ചാടുവാൻ നോക്കുക. പൗലോസിന് മനസ്സിലായി, ഇവൻ ചാടും, ഇവൻ എണീക്കും, കാരണം ഇവന്റെ അകത്ത് സൗഖ്യമാകാനുള്ള അവനെ കണ്ട ഉടനെ പൗലോസ് പറഞ്ഞു, കാലൂന്നി എണി. കണ്ടോ, പൗലോസിന്റെ അകത്തിരുന്ന അധികാരം കൂടെ അങ്ങ് ഇറങ്ങിയപ്പോൾ, രണ്ടും കൂടെ ചേർന്നപ്പോൾ അവൻ ചാടി എണീറ്റു. കണ്ടോ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞവേ, തിരുവനന്തപുരത്തും കണ്ണൂരും തൊടുപുഴയിലും പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബ്രദറിന്റെ ഉള്ളത്തിൽ കർത്താവേ ഞങ്ങളോട് വേണ്ടതിനെ കൊടുത്തു വിടണമേ. വെറുതെ വരരുതേ, ഞങ്ങൾക്ക് വേണ്ടതിനെ കൊടുത്തു വിടണമേ. നിങ്ങൾ ഇന്നും മുതൽ പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, ആ പട്ടണത്തിൽ ഞങ്ങള് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കൂടുന്ന കൂട്ടായ്മ ആ പട്ടണത്തെ ഇളക്കണപ്പാ. അനേക തകർന്ന ഭവനങ്ങളെ തൊടണം. സുവിശേഷത്തിന്റെ വിത്ത് ഞങ്ങൾ പാകുകയാണ്. അങ്ങനെയൊക്കെ വരാവുള്ളേ, വെറുതെ ഓടി വരരുതേ. ഒരുക്കത്തോടെ വരണം. കർത്താവേ, എന്നോട് ദൈവമേ അങ്ങ് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ. എനിക്ക് കർത്താവിൽ നിന്നും പ്രാപിച്ചു അനേകർക്ക് കൊടുക്കാൻ തരണേ, എന്നെ സാക്ഷ്യമാക്കണം പറഞ്ഞുകൊണ്ടേ വരാവുള്ളേ. കാര്യം വലിയ ഔട്ട്പോർ, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഭയങ്കരമായ ഔട്ട്പോറിങ്ങിന്റെ മാസമാണ്. കയറി പറ്റണവേ. അവിടെ എൻ്റെ അടുത്ത് പറയുവാണ്, ട്രിവാൻഡ്രത്ത് തിങ്കളാഴ്ച 6-ാം തീയതിയും 31-ാം തീയതി ചൊവ്വാഴ്ച കണ്ണൂരും 10-ാം തീയതി തൊടുപുഴയിലും പ്രാർത്ഥന നടക്കുന്നു. അപ്പൊ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ ടീമായിട്ട് തന്നെ വരുവാണ്. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മിസ്സാക്കരുത്. ഈ ഡേറ്റ് സേവ് ദ ഡേറ്റ്. അതെല്ലാം സേവ് ചെയ്തു, മറന്നു പോകരുത്. മിസ്സായിപ്പോ ഇപ്പോഴേ ലീവൊക്കെ എടുത്തോണം. ഇപ്പോഴേ പറഞ്ഞോണം, ഒരു കല്യാണം വേണ്ട, ഒന്നും വേണ്ട, ക്യാൻസൽ ചെയ്തോണം. എല്ലാ മരണങ്ങളെയും, ഒരു മരണം എല്ലാം ക്യാൻസൽ ചെയ്തോണം. ആ സമയത്ത് ഒരു ബ്ലോക്ക് പോലും, ഒരു തടസ്സം പോലും വരാതെ ഇപ്പോഴേ പ്രിപ്പയർ ആകുക. കർത്താവേ, എന്നോട് എന്ത് ചെയ്യണം? ബ്രദറിന്റെ കഴിവ് കൊണ്ടല്ല നിൽക്കുന്നത്, മനസ്സിലാക്കി. കഴിവ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഇടപെടണം.
നിങ്ങളോട് ദൈവാത്മാവിന് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് തന്റെ പ്രവചനാത്മാവിലൂടെ ഇടപെടാനുണ്ട്. ഈ ശുനേനേങ്കാർത്തി വീടിന്റെ അകത്ത് ഇടപെട്ടതുപോലെ തമ്പുരാൻ ഇടപെടും നിങ്ങളോട്. കർത്താവ് ശുശ്രൂഷിക്കുന്ന അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ല പൗലോസിന്. പക്ഷെ പൗലോസ് പറയാം, എന്റെ നാവിന്മേൽ കർത്താവിന്റെ വചനം വെളിപ്പെടേണ്ടത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോരാടാനാ പറഞ്ഞേക്കുന്നത്. കണ്ടോ, പോരാടണം, ഫൈറ്റ് ചെയ്യണം. കർത്താവെ എന്നോട് സംസാരിക്കണമേ. ആ ദേശത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവെ അസാധാരണമായ മാനസാന്തരത്തിന്റെ ശക്തി അങ്ങ് വെളിപ്പെടുത്തണമേ. ജനം വിടിവിക്കപ്പെടണം. ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം പ്രതിഫലം തരും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ തന്നിരിക്കും. അത് വലിയ കൃപ കേട്ടോ. 100-110 ഓടാൻ നിൽക്കുന്ന സഹോദരങ്ങളെ തമ്മിൽ എല്ലാവരും പറയും, ബ്രദറെ എങ്ങനെയാണ് ഈ സഹോദരന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്? ബ്രദർ എന്തുവാ കൊടുക്കുന്നത്? പൈസ വല്ലതും കൊടുക്കുകയാണ്? ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഇവർക്ക് എന്നാ കൊടുക്കുന്നത്? കർത്താവിന്റെ വചനം കൊടുക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നു. നിങ്ങൾ 100-110 നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, കണ്ടവരും പറയുന്നു. ദൈവം കൃപയാൽ നമ്മുടെ സഹോദരങ്ങളെ, കൂടെ നിൽക്കുന്ന സഹോദരങ്ങളെ ശക്തമായി തന്നെ ദൈവം ഉപയോഗിക്കുന്നു. ഇന്ന് തന്നെ ഈ കേരളത്തിലെ കംപ്ലീറ്റ് ഹോളും ബുക്ക് ചെയ്തത് ഞാനൊന്നും അറിയേണ്ടി വന്നില്ല. അവർ ഓടി നടന്ന് അന്വേഷിച്ചും വിളിച്ചു ചോദിച്ചും അവർ തപ്പിപ്പിടിച്ചും ചീത്ത കേട്ടും ഒക്കെയാണ് ആ ഹോളുകൾ. ഒരു ഹോൾ ഓടിച്ചെന്ന് കിട്ടിയതല്ല, പലതും മുട്ടുപിൻ തുറക്കപ്പെടുന്നു പറഞ്ഞ പോലെ അവർ ഒത്തിരി മുട്ടി, ഒത്തിരി അന്വേഷിച്ചു, ഒത്തിരി ഓടി. ദൈവം അവരുടെ ഓട്ടത്തെ മാനിച്ചതാണ് ഈ ഹോളെല്ലാം കിട്ടിയത്. ഓ ജീസസ്, കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. മറക്കല്ലേ, സേവ് ദ ഡേറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഡേറ്റ് സേവ് ചെയ്യുക, മറന്നു പോകരുത്, മിസ്സാക്കരുത്. ഈ പ്രൊഫറ്റിക്കൽ കോൺഫറൻസ് മിസ്സാക്കരുത്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് മിസ്സാക്കി. ഞാൻ വരുന്നത് കൊണ്ടല്ല, യേശു തന്ന നിയോഗമായതുകൊണ്ടാണ്. യേശു തന്ന നിയോഗം, ഇത് മറക്കരുത്. നിയോഗം പരിശുദ്ധാത്മാവിന്റെ പ്ലാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിസ്സാക്കരുത്. യേശുവിന്റെ നാമത്തിൽ നിർബന്ധമില്ല. ബ്രദർ പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക, എനിക്കതിൽ നിന്ന് പങ്കുചേരാൻ ആഗ്രഹിക്കണം. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. യേശുവേ, എന്നുള്ളത് കർത്താവ് കുറച്ച് നേരിട്ട് പറയുക. ഈ സ്കറിയ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹാസന്തോഷം വെളിപ്പെടുത്താൻ വേണ്ടി സ്കറിയയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ, ആ കുടുംബം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ മഹാസന്തോഷം വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹലോ, പറഞ്ഞോ. എന്റെ അപ്പച്ചന്റെ പേരാണ് സ്കറിയ. പിതാവിന്റെ പേരാ? ഇന്ന് ആളുണ്ടോ? ജീവനോടെ ഉണ്ടോ? ഇല്ല, മരണപ്പെട്ടു. സ്കറിയയുടെ ഭവനത്തിൽ മഹാസന്തോഷം വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ, സന്തോഷിക്കാൻ കഴിയാതെ വണ്ണം, മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാതെ വണ്ണം, സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാതെ വണ്ണം, കുടുംബത്തെ, അന്തരീക്ഷത്തെ ചെതറിപ്പിക്കുന്നതിന് പിടിച്ചു കെട്ടുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ യേശു തന്ന അധികാരത്തെ ഞാൻ ഉപയോഗിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദൈവം തന്ന പദവിയെ ഞാൻ ഉപയോഗിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിൽ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇപ്പോൾ തന്നെ പിശാചിന്റെ പ്രവർത്തികളെ കെട്ടുകയും അവൻ വെച്ചതിനെ അഴിക്കുകയും ചെയ്യുന്നു. യേശുവിന് അത് ആമേൻ പറഞ്ഞെന്ന് സ്വീകരിച്ച് ദൈവത്തിന്റെ അത്ഭുത കരം ഇപ്പോൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവോട് പറയുന്നത്, സിസിലിയുടെ ഭവനത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. സിസിലിയുടെ മകളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ ഹല്ലേലൂയ. സിസിലിയുടെ മകൾ, സിസിലിയുടെ ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഭവനം ഏതാണോ, സിസിലിയുമായി ബന്ധപ്പെട്ട ഭവനം ഏതാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുക. ഹോളി സ്പിരിറ്റ്, കർത്താവെ ഇന്ന് ആ ഭവനത്തെ അങ്ങ് തൊടുന്നല്ലോ, ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ. ആ കുടുംബം ഏതാണോ, സൂമിലാണോ, ലൈവിലാണോ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിന്റെ അകത്താണോ ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ആമേൻ പറഞ്ഞതിനെ പിടിച്ച് വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ കരം ഇന്നവിടെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ പറഞ്ഞു സിസ്റ്ററെ. പ്രൈസ് ലോർഡ് ബ്രദറെ.
ആ. ഞാൻ ജിജിയാണ്. എന്റെ മൂത്ത സിസ്റ്ററാണ് സിസിലി. ഉം. ഈ ജനുവരി ഈ മാസം ജനുവരി മാസം ഉണ്ട് എന്തെങ്കിലും കണക്ഷൻ ആ ഭവനത്തിലുള്ള ആൾ അറിയോ? ഉം, സിസിലിയുമായിട്ട്. ജനുവരി അല്ല, മെയിലാ ബർത്ത്ഡേ. സിസിലിയുടെ അല്ല, സിസിലിയുടെ ഭവനത്തിൽ ആരേലുമായിട്ട് കണക്ഷൻ ചോദിക്കുക. സിസിലി ചോദിക്കാം. സിസിലിയുടെ ഭവനത്തിൽ ജനുവരിയുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാന്ന് ചോദിക്കണം. ഓക്കെ ആരാണ് ജനുവരി മാസവുമായിട്ട് ബന്ധമുള്ളത്? ആ ഓക്കെ വ്യക്തിയെ തൊടുമ്പോ തന്നെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറും എന്ന കർത്താവ് പറയുന്നത്. കേട്ടോ? ചോദിക്ക്. ബ്രദർ ചോദിക്കാം പറഞ്ഞു. ബ്രദർ. ആ ഞാൻ ചോദിക്കാം. പറഞ്ഞു. ബ്രദറെ കറിയാണോ സ്ത്രീയാണോ? സ്കറിയ സിസ്റ്റർ, സ്കറിയ എന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ലോർഡ് ജീസസ്, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, ഓ ഹോളി സ്പിരിറ്റ്, യേശുവേ, ഇന്ന് എൻ്റെ ഉള്ളത്തെ കർത്താവിനോട് പറയുന്നു, അജിത്തിന്റെ ഭവനത്തിൽ കർത്താവിന്റെ അത്ഭുത കരം വെളിപ്പെടാൻ വേണ്ടി പോവാം. അജിത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒക്ടോബർ മാസവുമായിട്ടൊരു കണക്ഷൻ ഈ അജിത്തിന്റെ ഭവനത്തെ എന്നെ കാണിക്കുക. വലിയൊരു കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആ ഭവനത്തെ അജിത്തുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് തൊടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഹാലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അജിത്തിന്റെ ഭവനം ഏതാണോ, യേശുവിന്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ ഇന്ന് ഈ ഭവനം കേൾക്കേണ്ടതെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി ആ മകന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. ഹലോ. പറഞ്ഞു. ബ്രദറെ, എന്റെ മകന്റെ ഭാര്യയുടെ സഹോദരനാണ് അജിത്ത്. എന്റെ മകൻ ഒക്ടോബറിലുള്ളതാണ്. ഒക്ടോബറിലുള്ളതാ. ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി അജിത്തുമായിട്ട് ബന്ധപ്പെട്ട് അജിത്തുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി. ഒക്ടോബറിൽ ജനിച്ചത് സിസ്റ്ററുടെ മോന അല്ലേ? അതെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ അപ്പച്ചിയുടെ മോള് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ബ്രദറെ. അതിന്റെ ഭർത്താവിന്റെ പേരാണ് അജിത്ത്. ഇന്ന് ഞാൻ ബ്രദറിന്റെ വചനങ്ങളെല്ലാം ഇന്ന് ഇട്ടുകൊടുത്ത് ആ പ്രാർത്ഥന കേട്ടോണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ബ്രദറെ. ഒക്ടോബർ മാസമായിട്ട് ബന്ധം ഒരു മോന്റെ ജനനം ഒക്ടോബറിലാണ്. ഈ പറഞ്ഞ അജിത്തിന്റെ മോന്റെ ജനനോ? അജിത്തിന്റെ മോന്റെ ജനനം ഒക്ടോബറിലാണ്. അജിത്തിന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുക, അതാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് കിടക്കുകയാണ് ബ്രദറെ. ഒക്ടോബറിൽ ജനിച്ചത് മോന അല്ലേ? മോനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് സ്വീകരിച്ച് അനർത്ഥത്തെ ഞങ്ങൾ ഇറക്കി വിടുന്നു. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ആമേൻ പറഞ്ഞതിനെ പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. സകല മരണത്തെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ ഇന്ന് ആ വേദനയുള്ള ഭാഗത്ത് കൈയൊന്ന് എടുത്തു വെക്കാവോ? വേദനയുള്ള ഭാഗത്ത്, ഒരു മിനിറ്റ്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഇന്ന് സാക്ഷിവ. കർത്താവിന്റെ മുറിവിനാൽ ഇന്ന് അത്ഭുത സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, കർത്താവ് ഞങ്ങളുടെ കരം ഇന്ന് അവരുടെ കരത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ആ വേദനകളുടെ മേൽ കർത്താവിന്റെ മുറിവുള്ള കരം വെളിപ്പെടുന്നല്ലോ. യേശു ക്രിസ്തു ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാ, ഞങ്ങൾ വഹിക്കത്തില്ല. കർത്താവ് ഞങ്ങളുടെ വേദന ചുമന്നതാ, ഞങ്ങൾ ചുമക്കത്തില്ല. കർത്താവിന്റെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്ന അത് മതി. കർത്താവ് ഞങ്ങളുടെ മുറിവിനാലുള്ള സൗഖ്യം മതി, ഞങ്ങളുടെ അവകാശമാണ്. സൗഖ്യം മക്കളെങ്കിലോ ഞങ്ങൾ അവകാശികളാണ്. ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. കൈയെടുത്തു വെച്ചു യേശുവിനകത്ത് ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഞരമ്പിന്റെ മേൽ, അസ്ഥിയുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, രക്തത്തിന്റെ മേൽ
മുടന്തിന്റെ മേൽ കേൾവി, കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കോട്ടെ. കണ്ണിന്റെ കാഴ്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കണ്ണാടി നിർത്തി മാറ്റിക്കുക. പറഞ്ഞ കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും, കാണും. ആ കേൾവി വർദ്ധിക്കുക, ചെവി തുറന്നു വരിക, ഊമർ സംസാരിക്കും, മരിച്ചത് ഉയർക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക, ശക്തി വെളിപ്പെടുക, ശക്തി വെളിപ്പെടുക. ജീസസ് നെയിം. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്ത്. വേദന ഉള്ളവരെന്ന് പറഞ്ഞവര് ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ, എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അതവിടെ ഇല്ല. ഒന്ന് ചെക്ക് ചെയ്ത്. എനിക്കൊരു പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത്. ആ ശരീരത്തിന്റെ മേൽ എന്താണോ കഴിയാത്തത് അവര് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത്. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ലോർഡ് ജീസസ്. ചില നിമിഷങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത്. ഇതിനു ശേഷം ഞാൻ ചോദിക്കുവേ, എന്താണോ എന്ന് എടുത്തോ, വെയിറ്റ് എടുത്തോ, പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന എല്ലാ അടയാളങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത്. ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഞാനിപ്പോൾ ചോദിക്കുവേ. അതിനു മുമ്പായിട്ട് കർത്താവ് പറയുന്നു, അനിലെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബം, നീതു എന്ന് പറഞ്ഞ ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുത കരം വെളിപ്പെടുക. പറഞ്ഞു. ബ്രദറെ, എന്റെ ചേച്ചിയുടെ മോനാണ് അഖില്, എന്റെ മോളാണ് നീതു. അനിൽ സിസ്റ്ററെ, അനിൽ എന്നാ പറഞ്ഞത്. അനിലുമായി ബന്ധപ്പെട്ട് നീതുവിനെ കൊണ്ട് ഞാൻ കാണിക്കുവാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ട ഭവനം ഏതാണ്, ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ? അനിലും ഉണ്ട്, എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മോൻ അനിലും, എന്റെ മോള് നീതു. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളായി നിന്നിരുന്ന വാദം, മാനുഷിക വാദത്തല്ല, ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുവാണ്, കുറെ പഴക്കം ചെന്നതാണ്. അതിന്റെ സ്വാധീനം ഇന്നും കിടക്കുന്നു. ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. തലമുറകളിലേക്ക് ആ സമാധാനം ഉണ്ടാകട്ടെ. ഇരു കുടുംബങ്ങളുടെ മേലും സമാധാനം ഉണ്ടാകട്ടെ. ഉന്നം വെച്ച് നിൽക്കുന്നതിനെല്ലാം വെട്ടിമാറ്റുന്നപ്പാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവ്. അത് ഏറ്റെടുത്തു. കർത്താവിന്റെ അത്ഭുത കരമെന്ന് വെളിപ്പെടും കേട്ടോ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. ഈ സമയത്ത് വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം, സൗഖ്യം നടന്നെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ മൈക്ക് മ്യൂട്ട് മാറ്റി പറയാം. ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. സാക്ഷ്യം പറയണമേ. സാക്ഷ്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം ഒരു സാക്ഷിക്ക് അടുത്തൊരാളെ സാക്ഷിവാക്കാൻ പറ്റും. ലോർഡ് ജീസസ്. അതോടൊപ്പം തന്നെ പറയാൻ വേണ്ടിയാണോ? അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു. ബാക്കി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? ഈ വീടിന്റെ അകത്ത് വീടിന്റെ അവിടെ നിന്നിരുന്ന ഒരു പേരയുടെ മരം, അത് വെട്ടിയതിന്റെ ചില ഭാഗങ്ങൾ, തടി ഭാഗങ്ങൾ, അത് അകത്തു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഭവനം. പേരമരത്തിന്റെ വെട്ടിയതിന്റെ ഭാഗങ്ങൾ അകത്തു കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് ഒരു അടയാളം കാണിക്കുവാണേ. ആ ഭവനത്തെ ഒന്ന് അടയാളമായി കാണിക്കുവാണ്. ആ മരത്തിന്റെ അവശിഷ്ടങ്ങൾ വീടിന്റെ ഭാഗത്ത് കൊണ്ട് വെച്ചിരിക്കുക. അകത്ത്, പുറത്തല്ല, വരാന്തയിലല്ല, അകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവിനെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ ദിവ്യ സമാധാനത്താൽ, ഈ മരത്തിന്റെയോ ശിഖരത്തിന്റെയോ വിഷയമല്ല ഞാൻ പറഞ്ഞത്, അടയാളമായിട്ട് കാണിക്കുവാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം വേർതിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, അങ്ങ് ആ ഭവനത്തെ തൊടുന്നല്ലോ, അവരുടെ അവസ്ഥകളെ അങ്ങ് മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതകരമായ പ്രവൃത്തികൾ ഭവനത്തിന്റെ മേൽ സംഭവിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ അടയാളം, ഇപ്പോൾ തന്നെ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടും. ഒരാളിലല്ല, ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ? ഹലോ ഹലോ പറഞ്ഞു. ഹലോ
പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഹലോ, എന്റെ എന്റെ വീടിന്റെ പുറകെ വെട്ടി. അത് വെട്ടിയില്ല, എന്നാലും അതിന്റെ 2 കൊമ്പ് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ കവുഞ്ചിയില്ല, കവുഞ്ചി കോലിട്ടിട്ടുണ്ട്. കിടക്കണ കവുഞ്ചി കണ്ടിട്ടില്ലേ പാസ്റ്ററെ? കൗഞ്ചി എന്ന് കവുഞ്ചി പറഞ്ഞാ അറിയില്ലേ? അതിന് ഈ ഈ ചാരികശേര പോലെ അതിന്റെ കോലിട്ടുണ്ട്. ഈ കവുഞ്ചി തുണി അങ്ങനെ എന്റെ വീട്ടില് അതുണ്ട്. ഉണ്ട്. അതായത് ഈ പറഞ്ഞേക്കുന്ന പേരമരത്തിന്റെ കമ്പ് വെട്ടിക്കൊണ്ട് ഇപ്പൊ വീടിന്റെ അകത്തായിരിക്കും ഈ കമ്പ്. വീടിന്റെ അകത്താണ് കവുഞ്ചി കിടക്കണ, വീടിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇന്ന് ഈ ഭവനത്തിൽ അതായത് എടുത്തു വെച്ചത് ഈ വീടിന്റെ പുറത്തല്ല, വരാന്തയിലല്ല, അകത്തു കൊണ്ടു. എത്ര പേരത്തെ കേട്ടായിരുന്നു? അകത്തു കൊണ്ടുവന്ന് ഈ കമ്പ് ഞാൻ കാണുക. ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഓരോ വ്യക്തികളുടെ മേൽ കർത്താവ് തൊടാൻ വേണ്ടി പോവാ. സമാധാനം വ്യാപരിക്കാൻ വേണ്ടി പോവാ കുടുംബത്തിൽ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ അത്ഭുത കരത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ആ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ദിവ്യ സമാധാനം കുടുംബത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങളെ ഈ ദിവസം കർത്താവ് പറയുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്നതിന്, കുടുംബത്തിന്റെ മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം ചേർന്ന് വാദിച്ച് കരയിപ്പിക്കുന്ന മേഖലകളിൽ നിന്നും കർത്താവ് സമാധാനത്തിൽ ഉറങ്ങാൻ ഒരു കൃപ തരുക കേട്ടോ. ഓ യേശുവേ, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. കണ്ണുനീര് അവസാനിക്കട്ടെ, നിലവിളികൾ അവസാനിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്നു മുതൽ അംഗീകാരം ഉണ്ടാകട്ടെ. കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച. പരിശുദ്ധാത്മാവേ, ഇന്ന് കർത്താവിന്റെ വലിയ കൃപ ഇന്ന് വ്യാപരിക്കുന്നു, വലിയ കൃപ വ്യാപരിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ കൃപ പെരുകിയ, കൃപ പെരുകിയ, കൃപ പെരുകിയ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഗംഗാധരൻ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, ഗംഗാധരന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണുവാണ്. ഈ ഗംഗാധരനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ പേര് കർത്താവ് എന്നെ കാണിക്കുക, ഗീത എന്നൊരു പേര് കാണിക്കുക. ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുകയാണ്. 2 തലമുറകളുടെ മേൽ ബാധിച്ച് നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്നൊരു കാഴ്ച ഞാൻ കാണുക. ഒരു സർപ്പം ചുറ്റിക്കിടക്കുന്നത് പോലൊരു അനുഭവം, അതിൽ നിന്നും പൊള്ളലേറ്റ് തെറിച്ചു പോകുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കാണുക. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. ഇന്ന് ആ 2 കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവേ നന്ദി. കർത്താവേ, കൃപ പെരുകുന്നല്ലോ. ഇപ്പോൾ തന്നെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ ഇത് കൈക്കൊള്ളുന്നത്, ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ആ ഭവനം വിടുതലിന്റെ ഭവനമായി തീരട്ടെ, അത്ഭുതത്തിന്റെ ഭവനമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. അല്ല എങ്കിൽ ആ ഭവനത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് ആ 2 കുടുംബത്തിൻ്റെയും ഐക്യതയ്ക്കും സമാധാനത്തിനും, എന്ന് കേട്ടതുപോലെ തന്നെ ഐശ്വര്യവും സമ്പത്തും കുടുംബത്തിൻ്റെ അകത്തുണ്ടാവും. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറഞ്ഞു. സിസ്റ്ററെ, ക്ലിയർ അല്ലല്ലോ. ഹെഡ്സെറ്റ് ഒന്ന് മാറ്റോ സിസ്റ്റർ? ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? പറഞ്ഞു. അതെ, എന്റെ മോളുടെ വീട്ടില് അവളുടെ മോളുടെ നാത്തൂന്റെ ഭർത്താവാണ് ഗംഗാധരൻ.
ആ അവരുടെ വീട്ടിൽ തന്നെയാണ് ഗീത. അവരുടെ വീട്ടിൽ ഇപ്പൊ ആകെ വിഷയങ്ങളാണ്. അവരുടെ മകള് അവരുടെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോയി. പിന്നെ അവളുടെ ആ തെറ്റിപ്പോയ മോളുടെ കുട്ടി ഇപ്പൊ ആകെ ഡിപ്രഷനിലാണ്. ആ കുട്ടി ഇപ്പൊ അവരാരും അനുസരിക്കില്ല പറഞ്ഞത്. ആകെ ഒരു മാനസികാവസ്ഥ ആകെ തകരാറിലായിട്ടിരിക്കുകയാണ് ആ കുട്ടി. ഇപ്പൊ അവരതിനെ ഡിപ്രഷന്റെ ഡോക്ടറെ കാണിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ആ വീട്ടിൽ ആകെ വിഷയങ്ങളാണ്. ഇപ്പൊ എപ്പോഴും ഇപ്പൊ മനസ്സിലായില്ല? എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ബ്രദറെ, ഞാൻ ഇപ്പൊ എപ്പോഴും ആ കുഞ്ഞിന് വേണ്ടി കണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 5-5 ക്ലാസ്സിലാ പഠിക്കുന്നത്. ഒരു മിനിറ്റ്. ഇപ്പം മനസ്സിലായോ? അത് രോഗമല്ലെന്ന് മനസ്സിലായോ? ആ കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ പ്രതിസന്ധി, ഗംഗാധരന്റെയും ഗീതയുടെയും അവരുടെ ശരീരത്തിലൂടെ കുടുംബത്തിൽ കയറിക്കൂടിയ ആ വിഷയം തലമുറകളുടെ മേലേക്കും ബാധിച്ചു കിടക്കുന്നത് മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. അതിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തിയെ പിടിച്ചു കെട്ടണം. സിസ്റ്റർ ആമേൻ പറഞ്ഞ അധികാരം പിടിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തെ വിടിവിക്കുവാൻ ഒരു അമിത കൃപ ആ കുടുംബത്തിന്റെ മേൽ നിറയട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ലി കടിച്ച് ഉരുകി പോകുന്നുള്ള വചനത്താൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് കൃപ സഹായിക്കുന്നല്ലോ, വലിയ കൃപകളാൽ പരിശുദ്ധാത്മ നിറയ്ക്കുന്നല്ലോ. സമയം എനിക്കറിയാം, ഒത്തിരി നമുക്ക് മുന്നോട്ട് പോയി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ ചിലപ്പോൾ നമുക്ക് സൂമിലായിരിക്കത്തില്ല, യൂട്യൂബിലായിരിക്കാം പ്രാർത്ഥന. എങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാനത് പറയാം. നാളെ ഞാൻ ചിലപ്പം ഒരു യാത്രയിലായിരിക്കാം, അതുകൊണ്ട് സൂമിലായിരിക്കത്തില്ല. കൺഫേം അല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഇല്ലെങ്കിലും മെസ്സേജ് വരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓരോരുത്തരെയും ഒന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. അതിനു മുമ്പായിട്ട് ഈ സാക്ഷ്യമുള്ളവർക്ക് വേഗത്തിൽ പറയുന്നതിന് ശേഷം പൂർണ്ണ സൗഖ്യം എൻ്റെ ശരീരത്തിൽ ഉണ്ടായെന്ന് പറയുന്നവർ മ്യൂട്ട് മാറ്റി പറയുക. ഈ സമയത്ത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുവാനുള്ള സമയമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് മാസം നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് ഹോളുകൾ ദൈവം നമുക്ക് തന്നു. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായി ദൈവം നടത്തും. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുവാൻ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയണം. കാര്യം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്ക് ലഭിച്ച അവസരമാണ് വിത. കർത്താവ്, ഞാൻ പ്രിയമക്കളുടെ ജോലിയിലെയും ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നന്മയുണ്ടാകുന്നല്ലോ. വർദ്ധിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ തകരട്ടെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കുരുക്കുകളെ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് സൗദിയിലുള്ള ജോബിന്റെ കാര്യം. ആള് അവിടെ നിന്നിട്ട് കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. ഞാൻ ബ്രദറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, കർത്താവ് ഏറ്റവും നല്ലത് അവിടെ ഒരുക്കുന്നുണ്ട്. ഞാനത് സത്യമായിട്ടും അത് വിശ്വസിച്ച് ഓരോ ദിവസവും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. പലപ്പോഴും നമുക്ക് കിട്ടി, ഓക്കെ ആയെന്ന് പറഞ്ഞിട്ടും ലാസ്റ്റ് റിജക്റ്റ് ആയിപ്പോയി. ലാസ്റ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ടൗൺ സൈഡിൽ ദമാം എന്ന് പറയുന്ന പ്രോപ്പർ സിറ്റീന്റെ ഉള്ളിൽ തന്നെ ആൾക്ക് പ്ലേസ്ഡ് ആയി. അത് കഴിഞ്ഞ് അവർക്ക് ഗവൺമെന്റിന് ഒരു എക്സാം ഉണ്ടായിരുന്നു, അരാംകോ എന്ന് പറയുന്നത്. അതില് 3 പ്രൊജക്റ്റ് ആണുള്ളത്. അതിൽ ഏറ്റവും ടഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് 124 എന്ന് പറയുന്ന പ്രൊജക്ട്. അതിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് 1% മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ അതൊരിക്കലും പക്ഷെ വേറൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഒരു കോംബോ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്രൂവൽ കിട്ടും. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കോംബോ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ 2 ദിവസം മുന്നെയാണ് ആൾക്ക് 124 പ്രൊജക്ടിന്റെ ഇന്റർവ്യൂ ആണ്. അതിന് ഇന്റർവ്യൂ വരും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഞങ്ങള് ഉപവാസം ഇരുന്നു. ഇന്നലെ ആയിരുന്നു ഇന്റർവ്യൂ. ഞാനും മമ്മിയും കൂടി ആ വിഷയത്തിന് ഉപവാസം ഇരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ബ്രദറിന് മെസ്സേജ് അയച്ചു. പിന്നെ വർഗീസ് ബ്രദറിനെ വിളിച്ചപ്പോൾ വർഗീസ് ബ്രദർ നമുക്ക് സങ്കീർത്തനത്തിലെ വചനം പറഞ്ഞു തന്നു.
കർത്താവ് നമ്മളെ കൂടെ ഉണ്ട്, ഒന്നും നമ്മളെ കുലുങ്ങത്തില്ലാന്ന്. അപ്പൊ ഞാൻ അത് അതേപോലെ ഏട്ടനെ അയച്ചു കൊടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പോ. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വെച്ചാൽ ഞാൻ ശരിക്കും അധികാരത്തോടെയാണ് പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ട് അത്ര സ്ട്രോങ് ആയിട്ട് എന്റെ വായിൽ നിന്ന് വന്നതല്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്തില്ല ദൈവത്തിനോട്, വളരെ അധികാരത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റവും ടഫസ്റ്റ് ആന്ന് പറഞ്ഞ് ആ ഇന്റർവ്യൂ ആൾക്ക് ഈസി ആയി അറ്റൻഡ് ചെയ്തു, ആൾക്കത് കിട്ടി. നമ്മൾ വെറുതെ ഓട്ടോ അപ്രൂവലിന് പ്രാർത്ഥിച്ചപ്പം ദൈവം ഞാൻ വിചാരിച്ചതിലും നനയ്ക്കുന്നതിലും അത്യധികമായിട്ട് ഏറ്റവും ടഫസ്റ്റ് ഇന്റർവ്യൂ ആൾക്ക് പാസ്സാക്കി കൊടുത്തു. അപ്പൊ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ തന്നെ വിചാരിച്ച രാത്രി സാക്ഷ്യം പറയണമെന്ന്. പക്ഷെ ഇന്നലെ സൂം ഇല്ലാത്തത് കൊണ്ടാ ഇന്ന് ഞാനും മമ്മിയും കൂടിയുള്ള സാക്ഷ്യം പറയുന്നത്. നന്ദി കർത്താവ്. ഇത് പ്രിയ സഹോദരി പറഞ്ഞുള്ളത് തന്നെ വലിയ സാക്ഷ്യമാണെന്ന്. കർത്താവ് ഇന്ന് കുടുംബത്തിന് വേണ്ടി ഇടപെട്ടല്ലോ. രാജ്യങ്ങളുടെ നന്മ നമ്മുടെ അവകാശമാണ്. കർത്താവിനെ കൃപയാൽ ഇന്ന് തുറന്ന കൃപയ്ക്ക് നന്ദി. പ്രിയമക്കളുടെ വിശ്വാസത്തെ ദൈവം മാനിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും നന്മ കൊണ്ട് നിറയട്ടെ. രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കാൻ പരിശുദ്ധാത്മ ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള? ഇന്നലത്തെ ഒരു ആലോചന പറഞ്ഞു. എന്റെ മോള് തേർഡ് ഇയർ ആണ് MBBS. അവൾക്ക് എല്ലാ പരീക്ഷയ്ക്കും അവൾ പാസ്സായി ബ്രദർ. സകലം എന്റെ കർത്താവിന് നന്ദി കർത്താവെ. അങ്ങ് തുറന്ന വലിയ വഴിക്ക് നന്ദി പറയുന്നു. എക്സാമിന് ജയിച്ചതിന് കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഇന്നലെ ഒരു ആലോചന പറഞ്ഞതുണ്ടായിരുന്നു പറയാന്. ആ, മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തില് മരിച്ചുപോയ രണ്ടുപേരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ ഭവനമാണ്. അവിടെ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയാണ് അങ്ങനെ രണ്ടുപേരുടെ ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ചേർത്ത് വെച്ചിരിക്കുന്ന അല്ലേ? ഇന്നലെ ഇടപെട്ട യൂട്യൂബിലുള്ള പ്രാർത്ഥന അല്ലേ? യൂട്യൂബില് ഇന്നത് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് ഇന്ന് ആ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം പ്രവചനത്തെ ദൈവം അത്ഭുതമായി നടത്താൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര് പറഞ്ഞു? ധൈര്യമായിട്ട് പറഞ്ഞു. പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഒരു ആലോചന കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. സ്കറിയയുടെ ഭവനത്തില് സ്കറിയ എന്റെ ഹസ്ബൻഡാണ്. 1.5 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരിക്കുന്നു. ഞാൻ അന്നേരം പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പോയതുകൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം എനിക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പറയാൻ സാധിച്ചത്. എന്നാ സിസ്റ്റർ ഹസ്ബൻഡിന്റെ കൈ വെച്ച് പറഞ്ഞോണം. ഹസ്ബൻഡ് യേശുവിനത് കർത്താവ് രോഗത്തെ ക്രൂശിൽ വഹിച്ചതാണ്. ഞാൻ ഈ ആലോചന സ്വീകരിക്കുന്നു. ഹസ്ബൻഡിന്റെ വിടുതലിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുന്നു പറഞ്ഞോണം. ഇന്നു മുതൽ വലിയ വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒക്ടോബർ 8 എന്റെ മരുമകനാ പാസ്റ്റർ. ഏത് ആലോചനയായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ? ഏത് ഒക്ടോബറിലുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ല. അത് ഏതൊരു പേരുമായിട്ട് ബന്ധപ്പെട്ടല്ലേ സിസ്റ്റർ പറഞ്ഞത്? ആനന്ദ് എന്നാണോ പാസ്റ്റർ പറഞ്ഞേ? അനിൽ അങ്ങനത്തെ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ പറഞ്ഞത്? ആ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇപ്പൊ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ആ സമയത്ത് ആലോചന ശ്രദ്ധിക്കണമേ. അനിൽ എന്റെ ഹസ്ബൻഡിന്റെ പേര്. അനിൽ ഒക്ടോബറിലല്ല ജനിച്ചത്. ഒക്ടോബറിൽ ആരാ ജനിച്ചത്? ഒക്ടോബറില് മരുമകൻ ആനന്ദ്. ഇന്ന് ഈ അനിലിന്റെ ഭവനാണ്. അതൊന്നുകൂടെ യൂട്യൂബിൽ കേൾക്കുക. ആലോചന ഒന്നുകൂടെ കേൾക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഭവനത്തിന്റെ അകത്ത് വ്യക്തികൾ അടയാളങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിനെ സ്വീകരിക്കുക കേട്ടോ. ഒന്നും കൂടെ കേൾക്കുക. ഇപ്പൊ പറഞ്ഞതാ പാസ്റ്റർ. ഇപ്പൊ പറഞ്ഞത് ഏറ്റെടുത്തോ സിസ്റ്റർ? ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആലോചന വരുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കുക. നോട്ട് അജിത്തിന്റെ ഭവനാണ് ഒക്ടോബർ പറഞ്ഞ ബ്രദറെ. എന്നാ സ്വീകരിച്ചോണം. അജിത്ത് ഭവനോ ഒക്ടോബർ പറഞ്ഞത്. അതെ. നിങ്ങളിത് കേൾക്കുമ്പോൾ എഴുതി വെക്കുകയോ നോട്ട് ചെയ്യുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്തേക്കണം. കാര്യം ആ സമയത്ത് കർത്താവിന്റെ ഇടപെടൽ വരുന്നുണ്ട്. എനിക്ക് ഓർത്തിരിക്കേണ്ട സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്യുക. റെക്കോർഡിംഗ് ഓൾറെഡി പോകുന്നുണ്ട്, ലൈവും പോകുന്നുണ്ട്. ഇതിന് ശേഷം യൂട്യൂബിൽ ചെക്ക് ചെയ്യുക. ആ കേട്ട കാര്യങ്ങൾ, അടയാളങ്ങൾ, ദൈവം ഇടപെട്ടത് നോട്ട് ചെയ്യുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അത് സ്വീകരിക്കുക. അതിന് ഡെലിവറൻസുകളെയും അത്ഭുതങ്ങളെയും സ്വീകരിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ്. പറഞ്ഞു സിസ്റ്ററെ. സിസിലി എന്ന് പറഞ്ഞല്ലോ ബ്രദർ, ഇന്ന് പറഞ്ഞല്ലോ. സിസിലിയുടെ മകൾ ഞാനാണ്. എന്റെ മകനാണ് ജനുവരിയിൽ ജനിച്ചത്. ഓ സ്വോത്രം. എന്നാ മകളും ആ ആലോചനയോട് ബന്ധപ്പെട്ട സിസ്റ്ററുടെ ഭവന അല്ലേ? അതെ. ഏറ്റെടുത്തു. അത്ഭുതം നടക്കാൻ വേണ്ടി പോടോ. 3 പേരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും.
ഗോഡ് ആമേൻ ബ്ലസ് ആമേൻ ഗോഡ് ബ്ലസ് യു. ഏറ്റെടുക്കും. ഹലോ പറഞ്ഞു ഹലോ ബ്രദർ. എന്തോ ആമേൻ ബ്രദർ, എന്റെ കൈയുടെ വേദന പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഓ എന്റെ കൈയുടെ സ്വത്രം. വേദന ഒരു 7-8 മാസമായി. എന്റെ കൈയുടെ വേദന വന്നിട്ട് കൈ പൊക്കാനും താക്കാനും ഒന്നും വയ്യാത്ര, എല്ലായിടത്ത് തിരിക്കാനൊന്നും വയ്യായിരുന്നു. ഇപ്പൊ ഇപ്പം പൂർണ്ണ സൗഖ്യമായി. മാറിയിട്ടുണ്ട്, പൂർണ്ണ ഓ സൗഖ്യമായി. എന്റെ യേശു, അങ്ങ് അത്ഭുതം. 5-6 മാസം അവിടെ തിരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കർത്താവ് ഇന്ന് പൂർണ്ണ സൗഖ്യമാക്കി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ധൈര്യമായിട്ട് പറഞ്ഞു സിസ്റ്ററെ. ഞാനിവിടെ ജോലി ചെയ്യുന്നിടത്ത് അമ്മയ്ക്ക് ഇന്ന് 5 മണിയായപ്പോ പാല് കൊടുക്കാൻ ചെന്ന സമയത്ത് ഭയങ്കര ഞെട്ടലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കൈ വെച്ച് യേശുവിന്റെ അടിപ്പിന്റെ സൗഖ്യം തന്നെന്നും പറഞ്ഞു ആ കുറെ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി അത് അമ്മയ്ക്ക് വിടുതൽ കിട്ടിയതിന് നന്ദി പറയും. നന്ദി യേശു. അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ ആമേൻ പറഞ്ഞു. ബ്രദർ ഞാന് കാലിന്റെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞ് അങ്ങനെ വേദന കയറി ഹേർട്ടിന്റെ ഇങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് ഭയങ്കര വേദന, ഒരു കുടുങ്ങുന്ന പോലത്തെ ഒക്കെ ആയിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോ അതൊക്കെ മാറിയിട്ടുണ്ട് ബ്രദറെ. ഒട്ടുമില്ല വേദനയൊന്നും. ഇപ്പൊ വേദന ഇല്ല. ഓ യേശുവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. കർത്താവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര് പറഞ്ഞാട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വാഗ്ദത്തങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ ബലപ്പെടാം. ഇന്ന് എന്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ലൈവിൽ കാണുന്നവരെ ഞാൻ നിങ്ങളെയും ബ്ലസ് ചെയ്യുന്നു.